എന്നോടൊപ്പം എഴുത്തുകാരായിട്ടുള്ള പ്രിയപ്പെട്ട നന്ദകുമാർ നന്ദേട്ടൻ, പ്രിയപ്പെട്ട KS രതീഷ്, അരുൺ സെബാസ്റ്റ്യൻ. കഥ വരുന്ന വഴിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ എന്നോടൊപ്പമുള്ള മനുഷ്യരെയൊക്കെ ആരെങ്കിലും പരിചയപ്പെടുത്തുമെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ആരും പരിചയപ്പെടുത്താത്ത സ്ഥിതിക്ക് ഞാനൊരു ആമുഖം പറഞ്ഞിട്ട് ഞാൻ കുറച്ച് വാചകം ഫിറ്റ് ചെയ്തിട്ട് നന്ദേട്ടൻ്റെ കൊടുക്കുന്നു. അതിനുശേഷം രതീഷ് സംസാരിക്കുന്നു, അരുൺ സംസാരിക്കുന്നു. പിന്നെ അവസരമുണ്ടെങ്കിൽ നമുക്ക് ഒരു റൗണ്ട് കൂടെ ഓടാം ഈ വഴി കൂടെ. പ്രിയപ്പെട്ട നന്ദേട്ടൻ 80കളിലൊക്കെ വായില്ലാ കുന്നിലപ്പൻ എന്ന് പറയുന്ന ഒരു കഥാസമാഹാരവുമായിട്ട് വായില്ലാ കുന്നിലപ്പനെക്കുറിച്ച്, ആ 12 പേരിൽ വായില്ലാ കുന്നിലപ്പനെക്കുറിച്ച് വ്യത്യസ്തമായൊരു മിത്തോക്ലാസ്റ്റ് ഒരു സങ്കേതത്തിലൂടെ കഥ അവതരിപ്പിക്കുകയും അത് വലിയ ചർച്ചയാവുകയും, ഞാൻ വിചാരിക്കുന്നത്, ഞാൻ കഴിഞ്ഞ ദിവസം ഇതിനെക്കുറിച്ച് ആലോചിച്ചപ്പോഴും ഇപ്പോഴും ലൈവായിട്ട് നിൽക്കുന്ന നന്ദേട്ടൻ്റെ കുറച്ച് കഥകളുണ്ട്. എഴുതിയിട്ട് ഇത്രയും വർഷങ്ങളായിട്ടും നമ്മൾ ഇപ്പോഴും ആഘോഷിക്കുകയും സിലബസിലൊക്കെ വരികയും ചെയ്യുന്നത്. ഇപ്പോൾ വാർത്താളിക്കാണെങ്കിൽ സവിശേഷമായ ഒരു ടാഗ് ലൈൻ കൂടിയുണ്ട്. മലയാളത്തിലെ ആദ്യത്തെ സൈബർ കഥ എന്നൊക്കെ പറഞ്ഞ് ഒരു ടാഗ് ലൈൻ കൂടി നമ്മൾ മലയാളികൾ ചാർത്തി കൊടുത്തിട്ടുണ്ട് സ്നേഹപൂർവ്വം. അപ്പോൾ അത്തരത്തിൽ വളരെ പ്രധാനപ്പെട്ട മലയാള ചെറുകഥാ സാഹിത്യത്തിൽ വളരെ പ്രധാനപ്പെട്ട സംഭാവനകൾ നൽകുകയും ഈ കഥ എഴുതിയതിന് ശേഷവും വളരെ ലൈവായി ആ കഥകൾ നമ്മളോട് നിരന്തരം മലയാളികളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു കഥാകൃത്ത് നമ്മളോടൊപ്പമുണ്ട്. അതുപോലെ തന്നെ പ്രിയപ്പെട്ട രതീഷ് എൻ്റെ വളരെ അടുത്ത സുഹൃത്തു കൂടിയാണ്. രതീഷിനെക്കുറിച്ച് ഞാനൊരു ഇൻട്രോ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ അത് ചിലപ്പോൾ ഒരുപാട് വലുത് നീണ്ടുപോകുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. മാത്രമല്ല രതീഷ് സംസാരിക്കുമ്പോഴും എനിക്ക് പേടിയുണ്ട് അത് വല്ലാതെ നീണ്ടുപോകുമോ എന്ന്. ആകെ നമുക്ക് 60 മിനിറ്റ് സമയമേ ഉള്ളൂ. രതീഷ് ജീവിതം കൊണ്ട് കഥകൾ എഴുതുകയും കഥ തന്നെ ജീവിതമാക്കുകയും പറ്റിയാൽ അതിനെ സോഷ്യൽ മീഡിയയിലും കൂടെ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുന്ന ധാരാളം ശത്രുക്കളുള്ള, എഴുത്തുകാർക്കിടയിൽ ധാരാളം ശത്രുക്കളുള്ള, വളരെ സൽസ്വഭാവി എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിക്കാൻ വേണ്ടി പോസ്റ്റുകൾ ഇടുന്ന, ജീവിതം തന്നെ എഴുത്തിന് വേണ്ടി മാറ്റിവെച്ചേക്കുകയും നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രം ഹയർ സെക്കൻഡറി സ്കൂളിൽ ശമ്പളം കിട്ടുമെന്ന പ്രതീക്ഷയിൽ പോവുകയൊക്കെ ചെയ്യുന്ന ഇന്നത്തെ തലമുറയിലെ ആർക്കും അങ്ങനെ മാറ്റി നിർത്താൻ പറ്റാത്ത ഒരു എഴുത്തുകാരനാണ് ഇന്നത്തെ തലമുറയിൽ. ഞാൻ എന്തുകൊണ്ടത് പറയുന്നതെന്ന് വെച്ചാൽ, ഇയാൾ ഇത്രയൊക്കെ മനുഷ്യരെ വെറുപ്പിക്കുമെങ്കിലും സകല ഫെസ്റ്റിവലുകളിലും ഇദ്ദേഹത്തിൻ്റെ പേര് കാണാമെന്നുള്ളതാണ്. സകലരെയും വെറുപ്പിക്കുമെങ്കിലും ആൾക്കാരൊക്കെ ഇപ്പോഴും തെരഞ്ഞു പിടിച്ച് വിളിക്കുന്നുണ്ട് എന്നുള്ളതാണ്. തൽക്കാലം ഞാൻ അവിടെ നിർത്തുകയാണ്. ഞാൻ എന്നെ സ്വയം നിയന്ത്രിക്കുന്നതുകൊണ്ടാണ്. പിന്നീടുള്ളത് അരുൺ സെബാസ്റ്റ്യൻ. ഞാൻ അരുൺ സെബാസ്റ്റ്യനെ കുറിച്ച് അന്വേഷിച്ച് കുറേ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി. ഞാൻ ആ മനസ്സിലാക്കിയ കാര്യം അരുണിനോട് പറഞ്ഞപ്പോൾ അരുണും തന്നെ ഞെട്ടി, ഇതൊക്കെ എങ്ങനെ അറിയാം, ഇതൊക്കെ എങ്ങനെ മനസ്സിലായി. അരുൺ യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പാൻ ഇന്ത്യൻ യാത്രകളെ, ഇന്ത്യ എന്ന് പറയുന്ന സങ്കല്പത്തെ മനസ്സിൽ സ്വരുക്കൂട്ടി അതിലേക്ക് വേണ്ടി, ആ ഒരു ലക്ഷ്യത്തിലേക്ക് വേണ്ടി യാത്രകളെ ഒഴിഞ്ഞു വച്ചിരിക്കുന്ന മികച്ച രചനകൾ ഇനി വരാനിരിക്കുന്ന ഒരു പുസ്തകമാണ് എന്ന് കരുതുന്ന, അതിലെ വിഷയം തീർച്ചയായും ശ്രദ്ധിക്കപ്പെടാവുന്ന ഒരു നോവൽ അതിൻ്റെ അവസാന മിനുക്കപണിയിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഇതിനു മുമ്പൊരു നോവൽ ഇല്ലുമിനാത്ത എന്ന് പറഞ്ഞൊരു നോവൽ പ്രസിദ്ധീകരിച്ച ഇടുക്കി സ്വദേശിയായിട്ടുള്ളൊരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ഇന്ത്യൻ എന്ന് പറയുന്ന ഒരു വികാരം, ഒരു അനുഭവം, ആ അനുഭവത്തിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ എഴുത്ത് പ്രതിഫലിക്കുന്നത്. അതിനെ പ്രതിഫലിപ്പിക്കാനാണ് അല്ലെങ്കിൽ അദ്ദേഹം എഴുതുന്നത്. അത്തരത്തിലുള്ളൊരു എഴുത്തുകാരൻ. ഈ 3 പേരാണ് ഇന്ന് നിങ്ങളോട് സംവദിക്കുന്നത്. ഞാനിതിൻ്റെ ആമുഖമായിട്ട്, ഈ കഥ വരുന്ന വഴിയുടെ ഒരു ആമുഖമായിട്ട് ഞാൻ ഒരു ചെറിയ ഉദാഹരണവും 1-2 കാര്യങ്ങളും പറഞ്ഞിട്ട് അവസാനിപ്പിക്കാമെന്ന് കരുതുന്നു. ഈ ജപ്പാനിലൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ റെസ്റ്റോറൻറ്റ്, അതിൻ്റെ പേര് തന്നെ ചോസൻ ബൈ മിസ്റ്റേക്ക് എന്നാണ്. ചോസൻ ബൈ മിസ്റ്റേക്ക് എന്ന് പറയുന്ന റെസ്റ്റോറൻ്റ് ഉണ്ട്. ആ റെസ്റ്റോറൻറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അൾഷൈമേഴ്സ് രോഗികളാണ്. അൾഷൈമേഴ്സ് രോഗിയല്ല, അൾഷൈമേഴ്സ് അവസ്ഥ ഉള്ളവരാണ് അവിടുത്തെ
വിളമ്പുന്നവർ, പരിചാരകർ, ഓർഡർ എടുക്കാൻ വരുന്നവരുമൊക്കെ. അപ്പോൾ ഈ നമ്മൾ ഒരു ഫുഡ് മെനു നോക്കി ഓർഡർ ചെയ്താൽ അതല്ല നമുക്ക് കിട്ടുന്നത്. നമുക്ക് കിട്ടുന്നത് വേറൊരു ഡിഷായിരിക്കും. ഇത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ആൾക്കാർ പോകുന്നത്. പക്ഷേ ആ ഷോപ്പിൻ്റെ മുന്നിൽ ഒരു വാചകം എഴുതി വെച്ചിട്ടുണ്ട്, നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ഫുഡല്ല, ഡിഷല്ല നിങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷേ ഒരു കാര്യം ഞങ്ങൾ ഉറപ്പ് പറയുന്നു, നിങ്ങൾ കഴിക്കുന്നത് രുചികരമായ ഭക്ഷണമായിരിക്കും. ഇതാണ് അവരുടെ ഉറപ്പ്. നിങ്ങൾ ഓർഡർ ചെയ്യുന്ന ഫുഡായിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുന്നത്, പക്ഷേ നിങ്ങൾ കഴിക്കുന്നത് രുചികരമായ ഭക്ഷണമായിരിക്കും. നമുക്കറിയാമല്ലോ, ഏറെക്കുറെ ജീവിതവും അതുപോലെയാണ്. നമ്മൾ ഓർഡർ ചെയ്യുന്ന ഫുഡല്ല കിട്ടുന്നത്. കുറച്ചുകൂടെ എളുപ്പത്തിൽ പറഞ്ഞാൽ, കല്യാണം കഴിച്ചവർക്ക് ഞാൻ ഈ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാവും. കല്യാണം കഴിച്ചവർക്ക് ഞാൻ ഈ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാവും. ഏതാണ്ട് കഥയും ഇതുപോലെയൊക്കെയുള്ള വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നതെന്നാണ് ആമുഖമായി എനിക്ക് പറയാനുള്ളത്. കാരണം ചില എഴുത്തുകാരെ സംബന്ധിച്ചോളം നമ്മൾ ഓർഡർ ചെയ്യുന്ന കഥ വന്നുകൊള്ളണമെന്നില്ല, അതിൻ്റെ വഴികൾ വേറെയാണ്. ഇപ്പോൾ ഒരു ചെറിയ ഒരു സംഗതി കൂടെ പറഞ്ഞിട്ട് ഞാൻ നന്ദേട്ടന് മൈക്ക് കൊടുക്കുകയാണ്. അതായത് ഈ കഥ കയറി വരുന്ന വാതിലുകളും കഥ ചെന്ന് മുട്ടി നിൽക്കുന്ന മതിലുകളെയും നമുക്ക് ചിലപ്പോൾ ഭയങ്കര അസ്വീകാര്യമായിട്ടൊക്കെ എഴുത്തുകാർക്ക് തോന്നാൻ സാധ്യതയുണ്ട്. കഥ കയറി വരുന്ന വാതിലുണ്ട്. ഈ വാതിലെന്ന് പറയുന്നതിൻ്റെ നിർവചനം തന്നെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് വാ ഇതിലെ എന്നുള്ളതാണ് വാതിൽ എന്നായി മാറിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മതിൽ എന്ന് പറയുന്നത് മതി ഇതിലെ, നിർത്തിക്കോ, മതി ഇതിലെ എന്ന് പറയുന്നതാണ് മതിൽ എന്നാണ് ഞാൻ കരുതി വച്ചേക്കുന്ന നിർവചനം. ആ അടിസ്ഥാനത്തിൽ കഥകളും എഴുത്തുകാരോട് ഇങ്ങനെയൊക്കെ പെരുമാറാറുണ്ട്. വാ ഇതിലെ എന്ന് പറഞ്ഞ് എഴുത്തുകാരനെ കൂട്ടിക്കൊണ്ടു പോവുകയും മതി ഇതിലെ എന്ന് പറഞ്ഞ് ചില സന്നിഗ്ധ ഘട്ടങ്ങളിൽ കഥാകാരനെ തടസ്സപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രതിഭാസമാണ് വാസ്തവത്തിൽ കഥ എന്ന് പറയുന്നത്. ആ കഥ വരുന്ന വഴികളെക്കുറിച്ച്, എഴുത്തിൻ്റെ വഴികളെക്കുറിച്ച്, ഈ 3 പേർ അത്തരം അനുഭവങ്ങളിലൂടെ കടന്നു പോയതിനെക്കുറിച്ച് ഒക്കെ കേൾക്കാനാണ് നമ്മളിപ്പോൾ കാത്തിരിക്കുന്നത്. ആദ്യമായി കഥ വരുന്ന വഴിയെക്കുറിച്ച്, കഥ എങ്ങനെയൊക്കെയാണ് എഴുത്തുകാരനെ എഴുത്തിലൂടെ കൂട്ടിക്കൊണ്ടുപോയത് എന്ന വിഷയത്തിൽ ആദ്യം പ്രിയപ്പെട്ട നന്ദേട്ടൻ സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ഈ നർദിയുടെ ഈ ഒരു പരിപാടിയിൽ, കഥ വരുന്ന വഴി എന്ന പരിപാടിയിൽ കഥയെക്കുറിച്ചും അതിൻ്റെ ചരിത്രം, ആഗമനം എന്നിവയെക്കുറിച്ചും സംസാരിക്കാൻ ഇപ്രകാരമൊരു സദസ്സ് ഒരുക്കിയ സംഘാടകർക്കുള്ള നന്ദി പറയുന്നു. കഥ വരുന്ന വഴിയെക്കുറിച്ച് സംസാരിക്കുന്നത് സത്യം പറഞ്ഞാൽ അങ്ങേയറ്റം പ്രയാസകരമായിട്ടുള്ള, ആയാസകരമായിട്ടുള്ള ഒരു പണിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്കിതിനെ 2 തരത്തിൽ സമീപിക്കാം. ഇതിൻ്റെ ചരിത്രപരവും നരവംശാസ്ത്രപരവുമായിട്ടുള്ള കഥ പറച്ചിൽ, കഥ എഴുത്ത് എന്നുള്ളതിൻ്റെ ഒരു വംശാവലിയുണ്ട്. ആ വംശാവലിയിലൂടെ ഇതിനെ നോക്കിക്കാണാം. അതേസമയം ഒരു എഴുത്തുകാരൻ എന്നുള്ള രീതിയിൽ ആത്മനിഷ്ഠമായ രീതിയിലും കഥ വരുന്ന വഴിയെ നോക്കിക്കാണാം. നമുക്കറിയാം, ഈ എഴുതുന്ന ആൾ എന്നതിലുപരിയായി ഓരോ മനുഷ്യനും ഓരോ ദിവസവും ഒട്ടേറെ കഥകൾ ഉള്ളിൽ സൃഷ്ടിക്കുകയും പല കഥകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു ആവിർഭാവം എന്താണെന്ന് ആർക്കിയോളജിസ്റ്റുകളും ചരിത്രകാരന്മാരും ഭാഷാശാസ്ത്രജ്ഞന്മാരൊക്കെ പഠിച്ചിട്ടുള്ളതിൻ്റെ ഭാഗമായി നമുക്കറിയാം. അങ്ങേയറ്റം പ്രാകൃതമായ ഗുഹകളിൽ നിന്നാണ് മറ്റെല്ലാ കഥ പറച്ചിൽ കലാരൂപങ്ങളെപ്പോലെയും ഈ കഥ പറച്ചിൽ ആരംഭിക്കുന്നത്. ആദ്യകാലത്ത് അത് ഗുഹാചിത്രങ്ങളിൽ ചിത്രീകരിച്ചിരുന്ന അവരുടെ നിത്യജീവിതവും യാഥാർത്ഥ്യവും ഭാവനയുമായി യാതൊരു തരത്തിലും വേർതിരിവില്ലാത്ത മൃഗങ്ങളും വേട്ടയും ഒക്കെ ഉൾപ്പെടുന്ന ഒരു സ്റ്റോറി ടെല്ലിംഗ് രീതിയായിരുന്നു. അത് ഭാഷയും വാക്കും ആവിർഭവിക്കുന്നതിന് മുമ്പുള്ള കഥ പറച്ചിൽ രീതിയാണ്. അതിൻ്റെ പുറകിൽ ചില ഉദ്ദേശങ്ങളുണ്ട്. ഒരു
ഗോത്രത്തെ, ഒരു വംശത്തെ, ഒരു കമ്മ്യൂണിറ്റിയെ ജീവിതം പഠിപ്പിക്കുകയും പ്രപഞ്ചം പഠിപ്പിക്കുകയും പ്രകൃതിയെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതിയായിരുന്നു അന്നത്തെ കഥ പറച്ചിൽ. പിന്നീടാണ് നമുക്കെല്ലാം അറിയുന്നത് പോലെ ഈ ഓറൽ ട്രഡീഷനകത്ത് വായ്മൊഴി പാരമ്പര്യത്തിലൂടെ വന്ന കഥകൾ, ലോകത്തിൻ്റെ നമുക്ക് ഏറ്റവും ആദ്യം അറിയുന്ന ഗിൽഗാമെഷിൻ്റെ ചരിത്രം കഥ എന്ന് പറയുന്ന കഥ, അതിനുശേഷം ഹോമറും അല്ലെങ്കിൽ ഇവിടെയാണെങ്കിൽ മഹാഭാരതം, രാമായണം, കഥാസരിത്സാഗരം എന്നൊക്കെ പറയുന്ന രൂപത്തിൽ വരുന്ന നമ്മൾ എപ്പിക്, ക്ലാസിക് എന്നൊക്കെ വിളിക്കുന്ന രൂപത്തിലുള്ള കഥ പറച്ചിൽ രീതികൾ, ഏറ്റവും ആധുനികമായ കഥാരൂപങ്ങളിൽ ഇന്നിപ്പോൾ നിങ്ങൾ വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ സ്റ്റോറി എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ ജീവിതത്തിലെ ഒരു സന്ദർഭത്തിന്, അത് മരണമാകാം, വിരുന്നാകാം, കല്യാണമാകാം, പുസ്തക പ്രകാശനമാകാം, പുതിയ കാറ് വാങ്ങിയതാകാം, അതെല്ലാം സ്റ്റോറി എന്നുള്ള രൂപത്തിലാണ് പ്രത്യക്ഷപ്പെടുന്നത്. വാർത്ത നമ്മൾ വായിക്കുന്ന സമയത്തും ന്യൂസ് ഒരു സ്റ്റോറി ആയിട്ടാണ് പറയുന്നത്. അതായത് കഥ പറച്ചിൽ എന്നുള്ളത് ഈ പാർപ്പിടവും ഭക്ഷണവും രതിയും എല്ലാം കഴിഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് ഒഴിച്ചുകൂടാനാകാത്ത അവൻ്റെ ഒരു മസ്തിഷ്കത്തിൻ്റെയും മനസ്സിൻ്റെയും പ്രക്രിയ തന്നെയാണ് കഥ പറച്ചിൽ. നമ്മളെല്ലാവരും കഥ പറച്ചിൽക്കാർ തന്നെയാണ്. അപ്പം ഈ ഒരു എൻ്റെ ഒരു കഥകൾ എന്നുള്ള രീതിയിലേക്ക് വരികയാണെങ്കിൽ, ഞാൻ ജനിച്ചു വളർന്നതൊക്കെ പാലക്കാട് ഒരു ഉള്ളിലുള്ള ഒരു ഗ്രാമത്തിലാണ് ജനിച്ചു വളർന്നത്. എൻ്റെ ഇപ്പോൾ പറഞ്ഞ ഈ വായില്ലാക്കുന്നിലപ്പൻ എന്ന് പറഞ്ഞ കഥ ഞങ്ങളുടെ പരിസരത്തിലുള്ള ഒരു ക്ഷേത്രം ആണ് ഈ വായില്ലാംകുന്ന്. പറയിപ്പറ്റ പന്തിരുകുലത്തിനകത്തുള്ള അവസാനത്തെ സന്തതിയായിട്ടുള്ള വായില്ലാംകുന്നിലപ്പനെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഒരു കുന്നിൻ്റെ മുകളിലുള്ള ക്ഷേത്രമാണിത്. യഥാർത്ഥത്തിൽ ആ കഥ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചും ഭാഷ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചും പദങ്ങളും വ്യാകരണവും എല്ലാം തന്നെ ഒരു മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് ഒഴിഞ്ഞുപോയി അയാൾ യാതൊരു തരത്തിലുള്ള ആഖ്യാനങ്ങളും വ്യാഖ്യാനങ്ങളും സാധ്യമല്ലാത്ത ഒരു ശിലാരൂപമായിട്ട് മാറുന്നതുമാണ് അത് കഥ. യഥാർത്ഥത്തിൽ അത് ഒരു കഥയ്ക്കെതിരെയായിട്ടുള്ളൊരു കഥയാണെന്ന് എനിക്കിപ്പോൾ തോന്നാറുണ്ട്. ആ കഥ ഞാൻ എഴുതിയത് പക്ഷേ നാട്ടിൽ വെച്ചിട്ടല്ല. ഞാൻ ഈ കഥകൾ എന്നുള്ള സമാഹാരത്തിനകത്ത് എൻ്റെ നാടിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് കുട്ടിക്കാലം തൊട്ടിട്ടുള്ള എൻ്റെ അനുഭവങ്ങൾ. അതിനകത്ത് ആനന്ദങ്ങളുണ്ട്, സന്തോഷങ്ങളുണ്ട്, അതുപോലെ തന്നെ ഒരു ചെറിയ കുട്ടിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വിധത്തിലുള്ള ഭ്രാന്തും ആത്മഹത്യയും ഒക്കെ കലർന്നിട്ടുള്ള വളരെ നമ്മളെ ആഘാതം ഏൽപ്പിക്കുന്ന അനുഭവങ്ങൾ കുടുംബത്തും അതുപോലെ ചുറ്റുമുള്ള പരിസരങ്ങളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊന്നും ഒരു കുട്ടിക്ക് ഒരിക്കലും അത് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇതെല്ലാം ഒരു പക്ഷേ കഥ പറച്ചിലിൻ്റെ രൂപത്തിൽ, ഭാഷയുടെ രൂപത്തിൽ പറഞ്ഞ് ആവിഷ്കരിക്കാനുള്ളൊരു ശ്രമം നടത്തിയതാകാം ഞാൻ ചിലപ്പോൾ ഒരു കഥാകൃത്തായി മാറാനുള്ള ഒരു കാര്യം. സത്യത്തിൽ നമ്മളൊരു കഥയുടെ ആദ്യവാക്യം എഴുതി അതിൽ നിന്ന് മുന്നോട്ട് പോയി പാരഗ്രാഫുകൾ എഴുതി ആ കഥയ്ക്കകത്ത് ആ തീം എന്തും ആകാം, അല്ലെങ്കിൽ തീം ഇല്ലാതിരിക്കാം, അത് ഡെവലപ്പ് ചെയ്ത് അവസാനത്തെ വാക്യത്തിൽ ഒരു കുത്തിലെത്തുന്നതോടുകൂടി നാലുപുറമുള്ള കയോസിനെ, കൂട്ടക്കുഴപ്പത്തിന്, എനിക്ക് പാടുമുള്ള ലോകത്തിൻ്റെയും സമൂഹത്തിൻ്റെയും പ്രപഞ്ചത്തിൻ്റെയും കൂട്ടക്കുഴപ്പത്തിന് ഞാൻ ഒരു ക്രമം നൽകാനുള്ള ശ്രമം നടത്തുകയാണ്. എല്ലാ കലാരൂപങ്ങളെയും പോലെ കഥയും ശ്രമിക്കുന്നത് നിങ്ങൾക്ക് നാലുപുറമുള്ള കൂട്ടക്കുഴപ്പങ്ങൾക്ക് അതിനെ മനസ്സിലാക്കാനും അതിന് ഒരു പ്രത്യേക തരം ക്രമം കൊടുക്കാനും ഒരു നിർവചനം കൊടുക്കാനുമുള്ള ശ്രമമായിട്ടായിരിക്കാം എല്ലാ കലാരൂപങ്ങളും. അതിൽപ്പെട്ടതാണ് കഥയും കവിതയും ചിത്രം വരയ്ക്കലും പാട്ടുപാടലും ഒക്കെ. ഈ ആദ്യത്തെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കുട്ടിക്കാലം മുതൽക്ക് എഴുത്തുണ്ടായിരുന്നു. എൻ്റെ എഴുത്തൊക്കെ രസമാണ്. കാരണം ഞങ്ങൾ വീട്ടിൽ അന്ന് ഈ തളിരുകൾ എന്ന് പറഞ്ഞ സുഗതകുമാരി പ്രസിദ്ധീകരിച്ചിരുന്ന ബാലമാസിക, പിന്നെ അമ്പിളിയമ്മാവനൊന്നും വായിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാവില്ല. കുറേ നോർത്ത് ഇന്ത്യൻ പേരുകളും അതുപോലത്തെ വസ്ത്രധാരണം, വിക്രമാദിത്യൻ്റെ ചിത്രം, വേതാളം, ഇതൊക്കെ വളരെ അത്ഭുതകരമായിട്ടുള്ളൊരു പ്രപഞ്ചമാണത്. പിന്നെ ഇങ്ങനെയുള്ള വായനകൾ, തൊട്ടടുത്തുള്ള ലൈബ്രറിയിൽ നിന്ന് കിട്ടുന്ന ബാലസാഹിത്യ പുസ്തകങ്ങൾ, ഇതെല്ലാം വായിച്ച സമയത്ത് എനിക്ക് തോന്നി എനിക്കും ഒരു കഥ എഴുതണം എന്നല്ല തോന്നിയത്, ഒരു അമ്പിളി അമ്മാവനെ പോലൊരു സംഗതി ഉണ്ടാക്കണമെന്ന് തോന്നി.
അനിയൻ്റെയും അനിയത്തിൻ്റെയൊക്കെ നോട്ട് ബുക്കിൽ നിന്ന് പേജുകൾ കീറിയെടുത്ത് അത് തുന്നിക്കൂട്ടി നമ്മൾ തന്നെ അതിനകത്തുള്ള കഥയും കവിതയും ചിത്രകഥയും ഒക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കുകയാണ്. അതാണ് എഴുത്തിൻ്റെ ഒരു ബീജരൂപത്തിലുള്ളൊരു പ്രവർത്തനം. അതിനുശേഷം ഈ സ്കൂൾ കഥാമത്സരം, യൂണിവേഴ്സിറ്റി മത്സരങ്ങൾ, അതിലൊക്കെ പങ്കെടുക്കും, സമ്മാനങ്ങൾ കിട്ടും, അങ്ങനെയൊക്കെ പോകും. പക്ഷേ അന്നൊന്നും ഞാനൊരു കഥാകൃത്തായി മാറണമെന്നോ പബ്ലിഷ് ചെയ്യണമെന്നോ വാരികകൾക്ക് അയച്ചു കൊടുക്കണം എന്നുള്ളൊരു ബോധം മനസ്സിലില്ല. അങ്ങനെ പറഞ്ഞു തരാനും ആളില്ല. പിന്നെ പഠിച്ചതൊക്കെ വേറെ ഈ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായത് കാരണം ലിറ്ററേച്ചർ പഠിച്ചിട്ടില്ല. അപ്പം ലിറ്ററേച്ചറിനെ കുറിച്ചുള്ള ധാരണയില്ല. ഞാൻ ഈ ജോലി തെണ്ടിയിട്ട് അന്ന് നമ്മൾ ഈ എൻജിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ നിവൃത്തിയില്ലാത്തതുകൊണ്ട് സർട്ടിഫിക്കറ്റ് പെറുക്കി ഒരു പെട്ടിയിലിട്ടിട്ട് ട്രെയിനിന് കയറി കുറേ ആൾക്കാർ ജയന്തി ജനതയ്ക്ക് ബോംബെക്ക് പോകും, വേറെ കുറേ ആളുകൾ ഡൽഹിക്ക് പോകും. അങ്ങനെ ഡൽഹിയിലെത്തുന്ന സമയത്ത് ജോലി അന്വേഷിച്ച് നടക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ശ്രീകൃഷ്ണപുരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് ഞാൻ ഈ കഥകളുടെ ആമുഖത്തിൽ എഴുതിയത് ഞാൻ ജനിച്ച ഇടത്തിൽ സുഖത്തിനും ദുഃഖത്തിനും ഇരുണ്ട പച്ച നിറമായിരുന്നു എന്നാണ് എഴുതിയിട്ടുള്ളത്. അതിൽ നിന്നും നേരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു മെട്രോപ്പൊളിസ് എന്നൊക്കെ പറയാവുന്ന ഒരു നഗരത്തിൻ്റെ തിക്കും തിരക്കും, ഹിന്ദി, ബംഗാളി, വിവിധതരം ഭാഷകൾ, വിവിധതരം ഭക്ഷണങ്ങൾ, നമുക്ക് ഒന്നും മനസ്സിലാവില്ല. ഇപ്പോൾ ട്രാഫിക്, കൊണാട്ട് പ്ലേസിനകത്തുള്ള ഒരു ട്രാഫിക് ക്രോസ് ചെയ്യാൻ തന്നെ വലിയ ബുദ്ധിമുട്ട്, ഇൻ്റർവ്യൂവിന് പോകുന്നു, ജോലി കിട്ടുന്നില്ല. ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെ പോയിക്കൊണ്ടിരുന്ന സമയത്തായിരിക്കണം ഈ വായില്ലാ കുനിലപ്പൻ എന്ന കഥയുടെ ഒരു ബീജരൂപം എനിക്കുള്ളിൽ ഉണ്ടായിട്ടുണ്ടാകുക. അങ്ങനെയാണ് ഞാൻ ആ കഥ എഴുതുന്ന സമയത്ത് അതിനെ പ്രസിദ്ധീകരിക്കുന്നതിനെ കുറിച്ചിട്ടൊന്നും ധാരണയൊന്നുമില്ല. ഞങ്ങൾ കോളേജിൽ നിന്നുള്ള കുറച്ച് സുഹൃത്തുക്കൾ, നാട്ടിലുള്ള സുഹൃത്തുക്കളെല്ലാവരും വൈകുന്നേരങ്ങളിൽ ഒരു ഫ്ലാറ്റിൽ കൂടി കുറച്ച് രാഷ്ട്രീയം, കുറച്ച് സാഹിത്യം, കാര്യങ്ങളൊക്കെ സംസാരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ പാൻറ്റിൻ്റെ പോക്കറ്റിൽ നിന്ന് ഇങ്ങനൊരു കഥ ഞാൻ എഴുതിയിട്ടുണ്ട് എന്ന് പറയുന്നു, അത് വായിക്കുന്നു. സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി, ചിലർ വിമർശിച്ചു, സന്തോഷമായി. ആ കഥയുടെ കഥ അവിടെ കഴിഞ്ഞു. പക്ഷേ പിന്നീട് വേറൊരു സദസ്സിൽ വായിച്ചപ്പോൾ ഇത് പ്രസിദ്ധീകരിക്കണം എന്ന് പറഞ്ഞതുകൊണ്ട് കലാകൗമുദിയുടെ അന്നത്തെ ഓണപ്പതിപ്പിൽ നമ്മുടെ മരിച്ചുപോയ ജയേന്ദ്രൻ നായർ സാറായിരുന്നു അന്ന് അതിൻ്റെ എഡിറ്റർ. അദ്ദേഹം ഈ കഥ വായിക്കുകയും ആൾക്കത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് 92 ഓണപ്പതിപ്പിലാണെന്ന ഓർമ്മ. അങ്ങനെയാണ് ഈ കഥ വന്നത്, കഥ അച്ചടിച്ച് വന്നത്. വീണ്ടും 2-3 കഥകൾ കൂടി കലാകൗമുദിയിൽ അച്ചടിച്ച് വന്നു. പക്ഷെ പിന്നീട് വർഷങ്ങളോളം ഞാൻ കഥ എഴുതിയിട്ടില്ല. വായനയും മറ്റു കാര്യങ്ങളും അതുമായി ബന്ധപ്പെട്ട സംഗതികളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും എന്നെ സംബന്ധിച്ചോളം കഥ വരുന്ന വഴി ഒരു 10 വർഷത്തോളം അടഞ്ഞു പോവുകയാണ് ചെയ്തത്. അതിൻ്റെ എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, ഒന്നാമത് എനിക്ക് എൻ്റെ ഭാഷ നഷ്ടപ്പെട്ടു. വിവിധതരം പ്രദേശങ്ങളും ആളുകളും ഒക്കെ ഇട്ട് നമ്മളിങ്ങനെ കൂടിക്കുഴഞ്ഞ് ജീവിക്കുന്ന സമയത്ത് സത്യത്തിൽ നമ്മുടെ ഭാഷ മലയാളം എന്ന് പറയുന്ന അതിൻ്റെ നിത്യജീവിതത്തിലെ ഉപയോഗം കുറയുകയും യഥാർത്ഥത്തിൽ ഞാൻ ആ ഭാഷയിൽ നിന്ന് അകന്നു പോവുകയും അതോടുകൂടി എൻ്റെ ആഖ്യാനത്തിനുള്ള ശേഷിയും മറ്റു കാര്യങ്ങളും അവസാനിക്കുകയും ചെയ്യാനുണ്ടായത്. വീണ്ടും നാട്ടിൽ തിരിച്ചെത്തിയതിന് ശേഷമാണ് നിലവിളിക്കുന്നിലേക്കുള്ള കയറ്റം, അതിപ്പോൾ 2ാമത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് മാതൃഭൂമി. അങ്ങനൊരു ചെറിയൊരു നോവല് എന്ന് പറയാം, നീണ്ട കഥ എഴുതാൻ സാധിച്ചതും അത് മാതൃഭൂമിയിൽ പ്രസിദ്ധീകരിച്ചു. വീണ്ടും മൗനം. ഇപ്പോൾ പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്തും സഞ്ചരിച്ചും പല അനുഭവങ്ങളും കൂടെയൊക്കെ കടന്നുപോയി നമ്മുടെ എല്ലാ തരത്തിലുള്ള ലിമിറ്റേഷനും മനസ്സിലായി വീട്ടിൽ അടങ്ങി ഒതുങ്ങി കുത്തിരിക്കുമ്പോഴാണ് 2ാമത് കഥ എഴുതാനും പുസ്തകം പ്രസിദ്ധീകരിക്കാനും തുടങ്ങിയത്. അതായത് പരിമിതിയെക്കുറിച്ചിട്ടുള്ള ഒരു അറിവ് കൂടിയാണ് എനിക്ക് തോന്നുന്നത് എന്നെ വീണ്ടും എൻ്റെ പരിമിതികൾ, എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റുമെന്നറിയാം. അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ തരക്കേടില്ലാത്ത ഭേദപ്പെട്ട ഒരു പരിപാടിയാണ് കഥ എഴുത്ത് എന്നുള്ളത് കൊണ്ട് കഥ എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്, കഥ വായിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ കഥ എഴുത്തിലൂടെ അങ്ങനെ ശ്രമം നടത്തുകയാണ് ഞാൻ. അൾട്ടിമേറ്റ്ലി അതിൻ്റെ ഒരു ഫോമോ അതിൻ്റെ ഒരു ആഖ്യാന രീതിയോ ഒരു ഭാഷയോ എന്തെങ്കിലും കണ്ടെത്തിയെന്നൊന്നും എനിക്കിപ്പോഴും വിശ്വാസം വന്നിട്ടില്ല. ഇപ്പോഴും ഒരു പുതിയ കഥ എഴുതുമ്പോൾ ആദ്യത്തെ കഥ എഴുതുന്ന അതേ ആകാംക്ഷയും പരിഭ്രമവും
ഭയവും ഒക്കെ ഞാൻ അനുഭവിക്കുന്നുണ്ട്. ആ കഥ അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കഥ എഴുതിയതിൻ്റെ അതേ ആനന്ദവും ആശ്വാസവും ലഭിക്കാറുമുണ്ട്. അപ്പോൾ ഇത് എനിക്ക് ഈ പ്രപഞ്ചവും ജീവിതവും മറ്റു മനുഷ്യരുമായി ബന്ധപ്പെട്ടിട്ട് എൻ്റെ അന്വേഷണങ്ങൾക്ക് ഭാഷയിലൂടെയുള്ള ഒരേ ഒരു സാധ്യത കഥ എഴുത്ത് എന്നുള്ള രൂപം മാത്രമാണ് എന്നറിഞ്ഞതുകൊണ്ടാണ് വീണ്ടും ഈ കഥ എഴുത്തിൽ തുടർന്നു പോകുന്നത്. വിട്ടുപോകുമോ വീണ്ടും എന്നുള്ളത് ഉറപ്പ് പറയാനും സാധിക്കില്ല. എല്ലാവർക്കും സന്തോഷം. ഇതിൻ്റെ ഇടയ്ക്കാണ് 1074 പ്രണയ കവിതകൾ ഭാര്യയോടൊപ്പം ചേർന്ന് എഴുതിയത്. സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഇനി പാറ്റേൺ ലോക്ക് മുതൽ പ്രേരക്ക വരെ എത്തി നിൽക്കുന്ന അതിവിശാലമായ ഒരു കഥാലോകത്തിൻ്റെ ഉടമ KS രതീഷ്, ടി പത്മനാഭൻ കഴിഞ്ഞാൽ കഥ മാത്രം എഴുതിക്കൊണ്ടിരിക്കുന്ന, ഇതുവരെ നോവൽ എഴുതിയിട്ടില്ലാത്ത എന്നർത്ഥം. ഞാനിതൊക്കെ പറയുന്നത് ഞാൻ ഒരു സ്വാതന്ത്ര്യം എടുക്കുന്നതുകൊണ്ടാണ്, അത്ര പരിചയമുള്ളതുകൊണ്ടാണ്. ടി പത്മനാഭന് ശേഷം കഥ മാത്രം എഴുതിക്കൊണ്ടിരിക്കുന്ന, കഥ തന്നെ ജീവിതമെന്ന് ആഘോഷിക്കുന്ന KS രതീഷ്. അശോകേട്ടന് എന്നോട് സ്വാതന്ത്ര്യമുണ്ട് പറയും. കഥ വരുന്ന വഴി എന്ന ടൈറ്റിൽ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചു, കഥ വരുന്ന വഴി, അതിന് പ്രത്യേകിച്ച് വഴിയുണ്ടോ? മഴ പെയ്യാൻ ഒരു കാരണമുണ്ട്, അതുപോലെ മനുഷ്യർ പെയ്യാനും ഒരു കാരണമുണ്ട്. ഈ മനുഷ്യ പെയ്ത്താണ് എൻ്റെ സങ്കല്പത്തിൽ കഥ. ഞാൻ ആലോചിച്ചു, എന്തുകൊണ്ട് ഇന്നലെ മുഴുവൻ ഇരുന്ന് ആലോചിച്ചു എന്തുകൊണ്ട് രതീഷ് കഥ എഴുതി. അതിൻ്റെ കാരണമായിട്ട് എനിക്ക് കിട്ടിയത് ഞാൻ പറയാവേ, എന്നിട്ട് എൻ്റെ ആദ്യ കഥ എഴുതിയതിനെ കുറിച്ചും പറയാം. ഞങ്ങൾ ഈ നെയ്യാറിൻ്റെ കരയിൽ താമസിക്കുന്ന മനുഷ്യരാണ്. നെയ്യാറിൻ്റെ കരയിൽ അപ്പൻ വാറ്റാൻ വേണ്ടിയിട്ട് കെട്ടിയ ഒരു കുഞ്ഞു പുരയിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പം ഞങ്ങൾ 3 പേരും അമ്മയും. ഇപ്പം ഭക്ഷണം വലിയൊരു പ്രതിസന്ധിയാണ്. ഞങ്ങളെ 3 പേരെയും തീറ്റിപ്പോറ്റാൻ പുള്ളിക്കാരിക്ക് അത് പറ്റാത്ത സാഹചര്യമൊക്കെ വരുന്നുണ്ട്. ആ സമയത്തൊക്കെ പുള്ളിക്കാരി അത് ടാക്കിൾ ചെയ്യും. ഭക്ഷണം തരാതെ തന്നെ പുള്ളിക്കാരി അതിനെ മറികടക്കും. പല ദിവസവും രാവിലത്തെ ഭക്ഷണമാണ് കിട്ടാതെ വരുന്നത്. ഞങ്ങൾക്കാണ് ഈ രാവിലെ ഭയങ്കര കൊതിയാണ് ഈ പുട്ട് തുടങ്ങിയ സാധനത്തോട്. അപ്പം ഞാനാണെങ്കിൽ നടുക്കത്തെ ആളാണ്. അപ്പം ഭക്ഷണം വല്ലാത്ത കൊതിയുള്ള ആളുമാണ്. അപ്പം ഞാൻ ചോദിക്കും, അമ്മ ഈ ഇന്ന് പുട്ടായിരിക്കണേ. ഞാൻ രാത്രി കിടക്കുമ്പോഴേ പറയും, അമ്മ നാളെ രാവിലെ പുട്ടായിരിക്കണം. അപ്പം ഈ പുട്ട് പറഞ്ഞ് രാവിലെ അമ്മ ഇതിനെ മറികടക്കാൻ കണ്ട ഒരു വഴിയാണ്, ഞങ്ങളുടെ വനത്തിൽ, അഗസ്ത്യാർ വനത്തിൽ ഒരു ആദിവാസി സ്ത്രീ ഉണ്ടായിരുന്നെന്നും അവരുടെ മക്കളും ഇതുപോലെ പുട്ടിനു വേണ്ടി വല്ലാതെ കൊതി പറഞ്ഞെന്നും, അപ്പൊ അവരെന്ത് ചെയ്തു, മുളംകുറ്റിയിൽ പുട്ടുണ്ടാക്കി ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തെന്നും ഈ പുട്ട് കഴിച്ച കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വീണ് മരിച്ചു എന്നും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഞാൻ ഉൾപ്പെടെയുള്ള 2 പേർ, ഞാനും ചേച്ചിയും അനിയനും, ഇനി പുട്ടിനെ, അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ അമ്മ ഈ പുട്ടും ഈ മരണവും തമ്മിൽ എന്താ ബന്ധം? മക്കളെ, അവർ രക്തം ഛർദ്ദിച്ചാണ് മരിച്ചത്. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്താ? വീണ്ടും അവർ അടുത്ത കഥ ഉണ്ടാക്കിയാണ്. ഈ മുളംകുറ്റിക്കകത്ത് അവിടെ നമ്മുടെ നാട്ടിൽ പറയുന്ന ഒരു ചെറിയൊരു പാമ്പുണ്ട്. ആ പാമ്പ് കയറിയിരുന്നു, അതിൻ്റെ വിഷം പറ്റിയാണ് മരിച്ചതെന്ന്. സത്യത്തിൽ പിന്നെ അടുത്ത ദിവസം മുതൽ പുട്ട് ചോദ്യം നിർത്തി. ഈ പാമ്പ് കൊല്ലും, നമ്മളെ കൊന്നു കളയുന്നുണ്ട്. ഈ പുള്ളിക്കാരിയുടെ ഒരു ടെക്നിക്ക് അതാ. അതായത് മക്കൾ 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് മേടിച്ചാൽ മക്കൾക്ക് എന്ത് ചെയ്യും, സ്വർണത്തിൻ്റെ മോതിരം വാങ്ങിത്തരും. അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാ കഥ പറഞ്ഞ് നൈസായിട്ട് എന്ത് ചെയ്യും, നമ്മുടെ അപ്പോഴേ മനസ്സിലായ കഥ പറഞ്ഞാൽ അങ്ങനെ ഒരു സാധ്യതയുണ്ട്. പിന്നെ ഞാൻ കഥ പറയാൻ തുടങ്ങി. എപ്പോഴാണെന്നറിയോ? അമ്മ ഞങ്ങളെ 3 പേരെയും 3 അനാഥ മന്ദിരത്തിലാക്കി. എന്നെ കൊല്ലത്തെ അനാഥ മന്ദിരത്തിലാണ് ആക്കിയത്. അവിടുത്തെ ഒരു പ്രത്യേകത, ഈ വെക്കേഷൻ ആകുമ്പം അവിടെ ഫണ്ടില്ല, അവരെയൊക്കെ എന്ത് ചെയ്തോണം, കൊണ്ടുവെക്കണം. എന്നെയും ബ്രിൻഡോ റോബിൻ എന്നുള്ള ഒരു കുട്ടിയെയും ഒരു കാലത്തും ആരും വിളിക്കാൻ പറ്റില്ല. വലിയൊരു കെട്ടിടമാണേ. ആ കെട്ടിടത്തിനകത്ത് ഞാനും ഇവനും ഇങ്ങനെ കഴിയും. ഇരുട്ട്, കുക്ക് വന്ന് ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ട് പോവും. ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഇയാളൊരു ഹോമോസെക്ഷൽ സ്വഭാവമുള്ള മനുഷ്യനാണ്. പിടിച്ചാൽ ചിലപ്പോൾ കെട്ടിപ്പിടിക്കും, ഉമ്മ വെക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ ഓടാൻ ശ്രമിച്ചാൽ ഇയാൾ ഈ കൈ മുറുക്കിയിട്ട് ഇങ്ങനെ തലയ്ക്ക് കൊട്ടും. ഇത് കിട്ടാതിരിക്കാൻ ഞങ്ങൾ ഒളിച്ചിരിക്കും. പുള്ളി വരും, ഭക്ഷണം ഉണ്ടാക്കി പോകും.
ഇതൊക്കെ ഞങ്ങൾ സഹിച്ച് ഈ വേനൽ അവധിക്കാലം കഴിയുമ്പോൾ ഞങ്ങൾ അടുത്ത പ്രതിസന്ധി നേരിടും. അടുത്ത പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഈ പോയവന്മാരെല്ലാം തിരിച്ചു വന്നിട്ട് യവന്മാരുടെ വീട്ടിലെ കഥ മുഴുവനും ഇങ്ങനെ പറയും. വീട്ടിലെ കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ എടുത്തുകൊണ്ട് നടന്നത്, അച്ഛൻ കുളിപ്പിച്ചത്, ആറ്റിൽ നീന്തിയത് എല്ലാം പറയും. അതാണ് സത്യത്തിൽ ഈ അവധിക്കാലത്തേക്കാൾ ഞങ്ങളെ വേദനിപ്പിക്കുന്നത് യവന്മാരുടെ ഈ കഥ പറച്ചില. ഈ കഥ പറച്ചില് ഞങ്ങൾക്ക് പറയാനില്ലല്ലോ എന്ന് വിചാരിച്ച് ഞാനും കുറെ കള്ളക്കഥ പറയാൻ തുടങ്ങി. അതായത് ഞങ്ങൾ പോയി, ഞങ്ങളുടെ നാട് നെയ്യാർ ഡാമാ, അവിടെ ഈ ചീങ്കണ്ണിയൊക്കെ ഉണ്ട്, ചെറിയ ചീങ്കണ്ണിയെ കല്ലെറിഞ്ഞു കൊന്നത്, പിന്നെ ആറ്റിൽ നീന്തിയത്, ദൈവപുര അമ്പലത്തിൽ പോയത്, ഇങ്ങനെ കുറേ കഥ പറഞ്ഞു. കുറേ പൊട്ടന്മാരിതെല്ലാം വിശ്വസിച്ചു. അവധിക്ക് പോലും പോകാത്ത ഞങ്ങളായി പറയുന്നേ. അപ്പോഴൊരു കാര്യം മനസ്സിലായി, നമുക്ക് എന്തെങ്കിലും ഇല്ലെങ്കിൽ ആ വേദന ഒഴിവാക്കാൻ പറ്റിയ ഏറ്റവും വലിയ പരിപാടിയാ എന്ത്? കഥ പറയാം. അന്നു മുതലാണ് എൻ്റെ കഥ വന്നു തുടങ്ങിയത്. ഇനി ആദ്യത്തെ കഥ അശോകൻ പറഞ്ഞ പോലെ പാറ്റേൺ ലോക്കാണ് എൻ്റെ ആദ്യത്തെ പുസ്തകം. അതിലെ ആദ്യത്തെ കഥ ഞാൻ ഈ അടുത്തിടയ്ക്കും ഒരു അഭിമുഖത്തിൽ പറയണ്ടായി. മുള്ളലിൻ്റെ മണം എന്നാണ് ആ കഥയുടെ പേര്. അപ്പം ഞങ്ങള് ആ കെട്ടിടം, ഞങ്ങൾ താമസിക്കുന്ന CSI ബാലഭവൻ ഒരു 3 നില കെട്ടിടം. അതിൽ താഴത്തെ നില, ഏറ്റവും താഴത്തെ ഫ്ലോറിൽ 1 മുതൽ 4 വരെയുള്ള കുട്ടികൾ, ഒരു നീണ്ട മുറിയ. അതിന് മുകളിൽ 5, 6, 7, അതിന് മുകളിൽ 8, 9, 10 ഇങ്ങനെയാന്നേ. അങ്ങനെയുള്ള കുട്ടികളാണ് താമസിക്കേണ്ടത്. അപ്പം എന്നെ അമ്മ കൊണ്ട് ചേർത്തത് 4.5 വയസ്സിലാണ്. ഒരു പ്രശ്നമുണ്ട്. എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ സ്വപ്നമൊക്കെ കണ്ടിട്ട് ബെഡിൽ മുള്ളും. കട്ടിലിൽ എന്ത് ചെയ്യും, ഈ ഇരുമ്പ് 2 തട്ടിലായിട്ടുള്ള ഇരുമ്പ് കട്ടില. ആദ്യം ഈ ഇരുമ്പ് കട്ടിലിൽ മൂത്രം ഒഴിക്കുന്നതുകൊണ്ട് എന്നെ പിടിച്ച് തറയിൽ കിടത്തി. തറയിൽ കിടത്തുന്നതൊക്കെ സഹിക്കാം. ഞങ്ങളെ നോക്കാൻ ഒരു ചേട്ടനുണ്ട്. പുള്ളിക്കാരനൊരു കുളത്തുപുരക്കാരനാണ്. പുള്ളിക്കാരൻ നല്ല ഹൈറ്റാ. ഇദ്ദേഹത്തിനെയാണ് ഞങ്ങളെ നോക്കാൻ ഏൽപ്പിച്ചേക്കുന്നത്. ഈ പുള്ളിക്കാരൻ എന്ത് ചെയ്യുമെന്നറിയോ, മൂത്രമൊഴിച്ചവരെയൊക്കെ പിടിച്ചു നിർത്തി പിറ്റേ ദിവസം ഈ കട്ടിലിൽ കെട്ടിപ്പിടിക്കാൻ പറയും. എന്നിട്ട് ഇങ്ങനെ തോർത്തിങ്ങനെ ചുരുട്ടിയിട്ട് നല്ല അടിയടിക്കും. ഞങ്ങൾ എന്തൊക്കെ ശ്രമിച്ചിട്ടും രാത്രി അറിയാതെ മുള്ളിപ്പോകുന്നു. അപ്പൊ ഞങ്ങളുടെ കൂട്ടുകാർ പറഞ്ഞു തന്നു, ഒറ്റ വഴിയേ ഉള്ളൂ, വെള്ളം കുടിക്കാതിരിക്കുക. വെള്ളം കുടിക്കാതിരുന്ന് നോക്കി, അന്ന് മൂത്രമൊഴിച്ചു, അടി കിട്ടി. അടുത്ത പ്രശ്നം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് രാത്രി ഉറങ്ങാതിരുന്ന് നോക്കി, പക്ഷെ എന്താ, രാവിലെ ആയപ്പോൾ ഉറങ്ങിപ്പോകുന്നു, മൂത്രമൊഴിക്കുന്നു. ഇങ്ങനെ മുള്ളല് പ്രശ്നമായ സമയത്ത് അടി കിട്ടി ഒരു ദിവസം ഞാൻ തീരുമാനിച്ചു, ഞാൻ ഇന്ന് മൂത്രം ഒഴിക്കില്ല. ഞാൻ ഉറക്കം വിട്ടിങ്ങനെ പുള്ളിങ്ങനെ കിടത്തും. നിരത്തി കിടത്തിയാൽ അനങ്ങാണ്ട് കിടന്നോണം, ശവാസനത്തിൽ കിടക്കും പോലെ കിടന്നോണം. അവിടെ ഒന്നും ചെറിയ ശബ്ദം കേട്ടാൽ തന്നെ അടി കിട്ടും. അപ്പോൾ ഞാൻ നിക്കറൊക്കെ മാറ്റിയിട്ട് തോർത്തെടുത്ത് കിടന്നു. അഥവാ മുള്ളിപ്പോയാലും തോർത്തെടുത്ത് തുടച്ചിട്ട് എന്ത് ചെയ്യാം. പക്ഷേ രാത്രിയെ ഞാൻ ഉറങ്ങിയിട്ടില്ല. മൂത്രം ഒഴിക്കാൻ വല്ലാത്ത മുട്ടൽ. ഞാൻ എഴുന്നേറ്റപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, ഈ വാതിലിൻ്റെ മുകളിലത്തെ കൊളുത്ത് എനിക്ക് എടുക്കാൻ പറ്റൂല. ഇയാളെ വിളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അടിയും കിട്ടും. എനിക്കൊരു ഐഡിയ കിട്ടി. അതായത് ഈ വാതിലിൻ്റെ അടിവശത്തെ ചെറിയൊരു പോർഷൻ ഉണ്ട്. ആ പോർഷൻ വഴി പുറത്തേക്ക് മൂത്രം ഒഴിച്ചാൽ മതി, ഒരു ശല്യവും ഇല്ല. ഞാൻ അവിടെ പതിയെ ഇരുന്നു, പുറത്തേക്ക് മൂത്രമൊഴിച്ചു. എൻ്റെ കഷ്ടകാലത്തിന് അകത്തോട്ടാണ് ചരിവ്. ഞാൻ ഒഴിക്കുന്ന മൂത്രം മുഴുവൻ അകത്തേക്ക് വരികയാണ്. ഇത് ഇയാൾ എണീക്കുമല്ലോ എന്ന് പേടിച്ച് ഞാൻ കൈകൊണ്ട് പുറത്തേക്ക് ഈ മൂത്രം തള്ളുകയാണ്. ഈ മൂത്രത്തിൽ ഇങ്ങനെ അടിക്കുന്ന ശബ്ദം കേട്ടിട്ട് ഇയാൾ എഴുന്നേറ്റു. ആദ്യം ഈ മനുഷ്യൻ എഴുന്നേറ്റ് ആ വാതിലോട് എന്നെ ചേർത്ത് ചവിട്ടി പിടിച്ചു. രണ്ടാമത് ഈ വാതിൽ തുറന്നിട്ട് ഇയാള് ആ മൂത്രം മുഴുവൻ എന്നെ ചവിട്ടി പിടിച്ചെന്ത് ചെയ്തു, തുടച്ചു. എന്നിട്ടൊരു റബ്ബർ പന്ത് തട്ടിക്കളയും പോലെ എന്നെ പുറത്തേക്ക് തള്ളിക്കളഞ്ഞു. എന്നിട്ട് വാതിൽ പൂട്ടി. ഞാൻ ഈ കരച്ചിലുണ്ട്. അന്ന് 4.5 വയസ്സേ ഉള്ളൂ, വന്ന് ചേർന്നതേ ഉള്ളൂ. ഞാൻ ഈ വാതിലിൽ ഒരുപാട് അടിച്ചു. ഇയാൾ എഴുന്നേറ്റില്ല. ഈ ശബ്ദം കൂടുമ്പോൾ ഇയാൾ വന്ന് എന്താണെന്ന് ചോദിക്കും. ഞാൻ പുറത്തെ ആ വരാന്തയുടെ ഒരു തൂണിന്റെ മറവിൽ പോയി ഒളിച്ചു നിൽക്കും. അന്ന് എനിക്കൊരു കാര്യം പിടികിട്ടി, രാത്രി സുന്ദരമാണ്. 2, രാത്രിയിൽ നമ്മളെ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ, ആരുമില്ലാതായ മനുഷ്യനെ പേടിപ്പിക്കാൻ
ഒരു കുന്തവും ഇല്ല. അന്നു മുതൽ എനിക്ക് രാത്രിയെ ഭയമേ ഇല്ല, പേടിയില്ലാതായി. പിന്നെ ഞാൻ മൂത്രമൊഴിക്കാതെയുമായി. അതിനുശേഷം ഞാൻ കിടന്ന് മൂത്രമൊഴിച്ചിട്ടില്ല. അപ്പൊ പുള്ളിക്കാരൻ അത് പ്രചരിപ്പിച്ചതുണ്ടോ, ഒരു തവണത്തെ ട്രീറ്റ്മെന്റ് കൊണ്ട് അവൻ മുള്ളാതെയായി, അവന്റെ മൂത്രം പരിപാടി തീർന്നു എന്നൊക്കെ പറഞ്ഞ് പുള്ളി പ്രചരിപ്പിച്ചു. എനിക്കറിയാം എങ്ങനെയാണത് ഇല്ലാതെയായെന്ന്. അയാൾ പേടിപ്പിച്ചത് ഇല്ലാതെയാക്കി. പക്ഷേ ഈ സംഭവം എൻ്റെ മനസ്സിൽ കിടക്കുക. 4.5 വയസ്സുകാരൻ എങ്ങനെ വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുമെന്നറിയില്ല. ഞാൻ കല്യാണം കഴിച്ച് എൻ്റെ മൂത്ത മോനും ഇതേ കുഴപ്പമുണ്ട്. DNA ടെസ്റ്റ് ഒന്നും വേണ്ട, അവനും മൂത്രമൊഴിക്കുന്നുണ്ട്. ഇവ മൂത്രമൊഴിക്കുമ്പോൾ എൻ്റെ ഭാര്യ എഴുന്നേപ്പിച്ച് നിർത്തിയിട്ടുള്ള ഭീഷണിയുണ്ട്, പഴയ അതേ ഭീഷണി. നിന്നെ ടോയ്ലറ്റിൽ കൊണ്ടു കിടത്തും, നല്ല അടി കിട്ടും, നാളെ മുതൽ നീ ബെഡ് ചുമന്നോണ്ട് മുകളിൽ പോകണം. എന്നിട്ടും അവനെന്ത് ചെയ്യാൻ തുടങ്ങി? മുള്ളലൊന്നും നിർത്തിയില്ല, ഞാൻ ഇവനെയും ചുമന്നുകൊണ്ട് ഇങ്ങനെ നടക്കും. അപ്പം എൻ്റെ ഭാര്യ പറയേ, 2 മുള്ളലിൻ്റെ മണമാണ്. ഞാൻ എൻ്റെ ആദ്യത്തെ കഥ, എൻ്റെ ജീവിതത്തിലെ ആദ്യ കഥ മുള്ളലിൻ്റെ മണമാണ്. ഇതാണ് എൻ്റെ കഥ വരുന്ന വഴി. ഈ കഥ എന്നിലേക്ക് വന്നത് വളരെ കാലങ്ങൾക്ക് മുമ്പാണ്. ഇതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് പഴയ ആ ദിവസം ഓർമ്മ വരികയും എൻ്റെ കണ്ണ് നിറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ചിലപ്പോൾ എനിക്കൊരു അസ്വസ്ഥതയുണ്ടാവും. അങ്ങനെ കരഞ്ഞു പോകാതിരിക്കാൻ ഞാൻ കണ്ടെത്തിയ ഒരു വഴിയാണ് കഥയുടെ വഴി. സത്യത്തിൽ ഞാൻ തന്നെ എൻ്റെ തന്നെ പെയ്യലാണ് ഈ കഥ. അല്ലെങ്കിൽ ബാക്കി എന്ത് ചെയ്യാം, അടുത്തതിൽ സംസാരിക്കാം. എൻ്റെ കഥ വരുന്ന വഴി ഇങ്ങനെയാണ്. മുന്നേതോ അനുഭവിച്ച വേദനയിൽ നിന്ന് അത് സമാനമായ എന്തെങ്കിലും കാണുമ്പോഴാണ് എൻ്റെ കഥ കടന്നു വരിക. അത് വേദനയായാലും വിശപ്പായാലും കളിയാക്കലായാലും എന്തായാലും അതാണ് എൻ്റെ വഴി. ഇനി അടുത്ത ആൾക്ക്. ഈ രതീഷിൻ്റെ കഥകളെന്ന് പറയുന്നത് രതീഷിനെ വന്ന് തൊട്ട അനുഭവങ്ങളാണ്. ആ അനുഭവങ്ങൾ കഥയായി മാറുന്നു. ആ കഥ വായനക്കാരെ വന്ന് തൊടുന്നു. അത് ഒരു അതിൻ്റെ ഒരു രസതന്ത്രം അതാണ്. ഭയങ്കര രസകരമായൊരു അനുഭവമാണ് അത്. രതീഷിൻ്റെ കഥകളിലൂടെ കടന്നുപോയവർക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ. എന്നാൽ ഈ അനുഭവങ്ങളെ ചെന്ന് അനുഭവിച്ച് തീർക്കുന്ന ഒരു മനുഷ്യനെയാണ് നമ്മളിനി കേൾക്കാൻ പോകുന്നത്. അതായത് അദ്ദേഹം യാത്ര കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അരുൺ. ഞാൻ മനസ്സിലാക്കുന്നത് കാശ്മീർ ഒഴികെ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളും സഞ്ചരിക്കുകയും ആ സഞ്ചാരത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വികാരത്തെ എഴുത്തിലൂടെ അടയാളപ്പെടുത്താൻ, പ്രതിഫലിപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, അതിനുവേണ്ടി എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അരുൺ സെബാസ്റ്റ്യൻ. അരുണിനെ നമുക്ക് കേൾക്കാം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ എഴുത്ത് ജീവിതം അല്ലെങ്കിൽ കഥ വന്ന വഴി, സത്യത്തിൽ ഞാൻ വളരെ ചെറുതായിരിക്കുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ ചുറ്റും കേൾക്കുന്ന കഥകൾ മനുഷ്യരെ ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭിന്നതകൾക്കും അടിസ്ഥാനം കുറേ കഥകളാണ്. സിദ്ധാന്തങ്ങളെക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ശാസ്ത്രതത്വങ്ങളെക്കാൾ കൂടുതൽ മനുഷ്യനെ എപ്പോഴും ഭിന്നിപ്പിക്കുന്നത് കഥകളാണ് എന്ന് മനസ്സിലാക്കുമ്പോഴത്തേക്കും ഞങ്ങൾ കുറേ സുഹൃത്തുക്കളെ MRSലെ ക്ലാസ് മുറികളിലിരുന്ന് അല്ലെ ഹോസ്റ്റൽ മുറികളിലിരുന്ന് ഞങ്ങൾ ചർച്ച ചെയ്യുമായിരുന്നു. നമുക്ക് കഥകളുണ്ടാക്കാം, കഥകളുണ്ടാക്കി കഴിഞ്ഞാൽ ഈ ലോകത്തെ നമുക്ക് ഒരുമിക്കാം, അങ്ങനെയെങ്കിൽ മനുഷ്യർക്കിടയിൽ വ്യത്യസ്തതകൾ അല്ലെങ്കിൽ ഭിന്നതകളൊന്നും ഇല്ലാതാവും എന്നൊക്കെ. പക്ഷേ കഥ എവിടുന്ന് കിട്ടും? അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ ചെറുപ്പത്തിൽ തന്നെ കുറേ നാളുകൾക്ക് മുമ്പ് എൻ്റെ പെരിഞ്ചാങ്കുട്ടി ഉപേക്ഷിച്ച് ഞാൻ ആദ്യമായിട്ട് പോകുന്നത് ഛത്തീസ്ഗഡിലേക്കാണ്. അപ്പോൾ ഛത്തീസ്ഗഡിൽ ബസ്തറിലായിരുന്നു ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പം നക്സൽ ബാധിത പ്രദേശമാണ്, വളരെ കുപ്രസിദ്ധമായ പ്രദേശമാണ്. അപ്പം അവിടെ ഞാൻ അവിടുത്തെ ഗ്രാമങ്ങളിൽ ചെല്ലാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഹിരാമുനി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഭർത്താവില്ലാത്ത 6 മക്കളുള്ള കരിമരുതിൻ്റെ കാതൽ പോലെ കറുത്ത തിളങ്ങുന്ന സാഗാപ്പനകളിൽ കള്ളുപനകളിൽ കയറി കള്ള് ചെത്തി മഹുവ ചാരായം വാറ്റി വയ്ക്കുന്ന ആ സ്ത്രീയെ ഞാൻ പരിചയപ്പെട്ടു. എന്നും കാണും ഇവരോട്. അപ്പം ഈ മനുഷ്യത്തി എന്നോട് പറയും, अरुण जी आपका केरल का बारे में हम सुना है, बहुत अच्छा देश है, लेकिन हम आपको कुछ सिखा दूंगा, मैं अपना गोटुल का बारे में बता देगा. सॉरी हिंदी
ഓക്കെ. അപ്പം ഞങ്ങളുടെ ഗോട്ടുലിനെ പറ്റി നിങ്ങളോട് സംസാരിക്കാം. അപ്പം ആ ഗോട്ടുലിനെ പറ്റി ഞാൻ കേട്ടപ്പോഴത്തേക്കും എനിക്ക് ഇതെന്തൊരു കഥയാണെന്ന് എനിക്ക് തോന്നി. കാരണം അത്ര അതിശക്തയായ ഒരു സ്ത്രീ, സങ്കല്പിക്കാൻ കഴിയാത്തൊരു സ്ത്രീ, അതായത് ജീവിതത്തിൽ നമ്മളൊക്കെ സങ്കല്പിക്കുന്നതിനേക്കാൾ അപ്പുറം അനുഭവമുള്ള, രാഷ്ട്രീയ ബോധമുള്ള, വ്യക്തിത്വമുള്ള ഒരു അസാധ്യ പ്രതിഭ. പക്ഷേ അതിനുശേഷം കുറച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ അവരെ കാണാൻ ശ്രമിക്കുമ്പോഴത്തേക്കും ആ ഗ്രാമം പോലും അവിടെയില്ല. അതിൻ്റെ പിന്നൊരു രാഷ്ട്രീയമുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും വലിയ കൂട്ടക്കൊല നടന്നിരിക്കുന്നത് ഛത്തീസ്ഗഡിലാണ്. ഓരോ നിമിഷവും നമ്മൾ ഈ ചർച്ച പെട്ടുകൊണ്ടിരിക്കുന്ന ഈ നിമിഷം പോലും ഒരാൾ അവിടെ മരിച്ചു വീഴുക. അങ്ങനെ ഒരു കഥ കേൾക്കുമ്പോൾ നമുക്കത് പറയുക എന്നുള്ളത് നമ്മുടെ ഏറ്റവും വലിയ ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വമാണ്. ആ കഥകളെ അതേപടി പറയാൻ വേണ്ടിയാണ് ഞാൻ ശ്രമിക്കുന്നത്. ഇപ്പം ഈ ഒരു വിഷയത്തിൽ ഇതുപോലെ നിരവധി കഥകൾ, പക്ഷെ അവർക്കിടയിലൊക്കെ മനോഹരമായിട്ടുള്ള കഥകളുണ്ട്. അത് ഒരുമയുടെ കഥകളാണ്. ഈ ഗോട്ടുലാണെങ്കിൽ പോലും, ഗോട്ടുലൊക്കെ എന്ന് പറയുന്നത് എല്ലാവരും എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പഠിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പം നമുക്ക് ക്വസ്റ്റ്യനുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കും. പിന്നെ നമുക്ക് ഈ ചർച്ച തുടരുകയാണ്. വാസ്തവത്തിൽ ഈ കഥ വരുന്ന വഴിയെക്കുറിച്ച് 3 എഴുത്തുകാരും പങ്കുവച്ചു. പക്ഷേ ഈ കഥ വന്ന് നിൽക്കുന്നതിനപ്പുറത്തേക്ക് ഇത് ആവിഷ്കരിക്കുന്നതിൻ്റെ ഒരു തലമുണ്ട്, രണ്ടാമത്. അത് ഇപ്പോൾ ചർച്ച ചെയ്യാമെന്ന് കരുതുന്നു. ഞാൻ മനസ്സിലാക്കുന്നത്, ലോകത്തിലാദ്യമായിട്ട് കഥ പറയാൻ ശ്രമിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ കഥ കേൾക്കാൻ വേണ്ടി ഒരു സാധ്യത ഉണ്ടായിരുന്നത് ലോകത്തിലാദ്യമായിട്ട് തുടയെല്ല് പൊട്ടിയ ഒരു മനുഷ്യനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തുടയെല്ല് പൊട്ടിയ ഒരു മനുഷ്യൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ, ഒരു 6 മാസമെങ്കിലും തുടയെല്ല് പൊട്ടിയ ഒരു മനുഷ്യന് ജീവിച്ചിരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളായിരിക്കും ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കഥകൾ ആദ്യമായി ലോകത്ത് കേൾക്കാനിടയുള്ളത്. കാരണം നായാട്ടിൻ്റെ ഇടയ്ക്ക് എപ്പോഴോ തുടയെല്ല് പൊട്ടുന്നു. തുടയെല്ല് പൊട്ടിക്കഴിഞ്ഞാൽ അയാൾക്ക് എഴുന്നേറ്റ് നടക്കാനോ നിരങ്ങി നീങ്ങാനോ പോലും പറ്റാത്ത ഒരവസ്ഥ. ആ അവസ്ഥയിൽ അയാളൊരു 6-7-8 മാസം അതിജീവിച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് ഏതെങ്കിലും മനുഷ്യരുടെയൊക്കെ സഹായം വേണ്ടി വന്നിട്ടുണ്ടാവാം. മനുഷ്യൻ്റെ സംസ്കാരം തന്നെ അങ്ങനെയായിരിക്കും തുടങ്ങിയെന്ന് ഞാൻ കരുതുന്നത്. ഞാൻ ആ കഥയാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ വേട്ടയാടി ഭക്ഷണം കൊണ്ട് കൊടുത്ത മനുഷ്യർ എന്തെങ്കിലുമൊക്കെ കഥകൾ ഇയാളോട് പങ്കുവച്ചിട്ടുണ്ടാവാം. ആ കഥകളുടെ ഒരു ആകത്തുകയായിട്ട് ഈ മനുഷ്യൻ പിന്നീട് ചിലപ്പോൾ ഒരു ചരിത്രകാരനോ എഴുത്തുകാരനോ ഒക്കെ ആയി മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെ തുടയെല്ല് പൊട്ടിയ ഒരു മനുഷ്യനാണ് ആദ്യം കഥ കേട്ടത്, കഥ പറയാൻ തുടങ്ങിയത് എന്നൊക്കെ വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്ക് നന്ദേട്ടനോട് ചോദിക്കാനുള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ, രണ്ടാമത്തെ ഒരു സംഗതി, ഒരു ടെക്കി ആയിട്ടുള്ള നന്ദേട്ടൻ കുറേ കാലം ഒരു മൗനത്തിലേക്ക്, അത് കഴിഞ്ഞിട്ടാണ് 1-2 തവണ അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ച് നാളൊന്നും എഴുതാതിരിക്കുക. ഇടയ്ക്ക് നന്ദേട്ടൻ സൂചിപ്പിച്ചായിരുന്നു, ഭാഷ, എനിക്കത് എഴുതാനുള്ള ഭാഷ ഒരു പ്രയാസമായിട്ട് തോന്നി എന്നൊരു വാചകം പറഞ്ഞു. വാസ്തവത്തിൽ എനിക്ക് ഈ തമിഴിലും മലയാളത്തിലും ഏറ്റവും ഇഷ്ടപ്പെട്ട പദങ്ങളിലൊന്ന് മൊഴി എന്നുള്ളൊരു പദമാണ്. മൊഴി വളരെ സൗന്ദര്യമുള്ളൊരു പദമാണ്. കാരണം എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ഉമ്മിനെ ഒഴിക്കുന്ന ഒരു സംഗതിയാണ്. എന്ന് വെച്ചാൽ ഒന്നും മിണ്ടാത്ത അവസ്ഥ, മൗനം, അതിനെ ഒഴിച്ച് കളയുന്ന, അതിനെ റദ്ദാക്കി കളയുന്ന ആ അർത്ഥമാണ് മൊഴി എന്ന് പറയുന്ന അർത്ഥം. അപ്പോൾ ഈ ഉള്ളിൽ കഥയുണ്ടെങ്കിലും കഥ ഇങ്ങനെ വരുന്നുണ്ട്. ഈ 3 പേര് ഇപ്പോൾ കഥ വരുന്ന ആ വഴികളെക്കുറിച്ച് പറഞ്ഞു. പക്ഷേ ഈ കഥ ഉള്ളിൽ വന്നിങ്ങനെ നിറഞ്ഞിട്ട് അതിങ്ങനെ അനുവാചകനിലേക്ക് ഒഴുകിപ്പോകുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, ആ ഒരു ഒഴുക്ക്, അതാണ് ഈ 2ാം ഭാഗത്ത് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. കഥ വന്നു നിറഞ്ഞു. നന്ദേട്ടൻ നേരത്തെ സൂചിപ്പിച്ചു, ആദ്യം കുറച്ചു കാലം കഴിഞ്ഞിട്ട് എനിക്ക് ആ ഭാഷ അതൊന്ന് പ്രകടിപ്പിക്കാൻ കിട്ടിയില്ല. അപ്പോഴ് ആ മൗനമായിരുന്നു. ആ മൊഴി കിട്ടിയതോടുകൂടി, ആ ഉമ്മിനെ ഒഴിവാക്കിയതോടുകൂടി വീണ്ടും കഥ വരികയാണ്. രതീഷ് പറഞ്ഞു, ഞാൻ 4.5 വയസ്സിൽ അനുഭവിച്ച ആ അനുഭവത്തിൻ്റെ തീവ്രത എൻ്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്ന് അത് പിന്നീട് ഒരവസരത്തിൽ അത് പൊട്ടി ഒഴുകുകയാണ്. ആ ഒഴുക്കൽ എങ്ങനെയായിരുന്നു? അതുപോലെ
പിന്നെ അരുൺ പറഞ്ഞു ഒരു പിന്നെ ആദിവാസി സ്ത്രീയുടെ ഒരു അനുഭവത്തെക്കുറിച്ച് പറഞ്ഞു. അത് അവതരിപ്പിക്കണം, അത് മൊഴിയിലൂടെ മറ്റുള്ളവരിലേക്ക് സംവദിക്കണം എന്ന് പറയുന്ന സംവേദനത്തിൻ്റെ ഒരു തലത്തെക്കുറിച്ച് ആണ് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. നന്ദേട്ടൻ പറയും. കഥകളെ സംബന്ധിച്ചിടത്തോളം ഇത് യഥാർത്ഥത്തിൽ നമ്മളറിയാതെ തന്നെ മനസ്സിനകത്ത് നടക്കുന്നൊരു ഭാഷാപരമായിട്ടുള്ളൊരു പ്രക്രിയയാണ്. ഈ ഭാഷാപരമായ പ്രക്രിയ എന്ന് പറഞ്ഞാൽ ആദ്യ മധ്യാന്തപ്പൊരുത്തമുള്ള ഒരു തീം, സബ്ജക്റ്റ്, ആശയം ഉണ്ടായിക്കൊള്ളുന്നില്ല. ചിലപ്പോൾ നിങ്ങൾ പഴയൊരു ഓർമ്മയായിരിക്കാം, എന്നോ പണ്ട് മറന്നുപോയ ഒരു മനുഷ്യൻ്റെ മുഖം, ഒരു സംഭവം നമ്മുടെ മനസ്സിനകത്തേക്ക് കടന്നു വന്നതാകാം. ഇതിന്നൊക്കെ വ്യത്യസ്തമായി നമ്മുടെ അനുഭവങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത തീർത്തും ഫിക്ഷൻ എന്ന് പറയാവുന്ന, ഇപ്പോൾ നമ്മൾ സയൻസ് ഫിക്ഷൻ എന്നൊക്കെ വിളിക്കില്ലേ, അതുപോലുള്ള ആശയങ്ങളുണ്ടാകാം. പക്ഷേ ഈ കഥയുടെ ആശയങ്ങൾ നിരന്തരമായിട്ട് എനിക്ക് തോന്നുന്നു കഥ എഴുതുന്ന ഏത് മനുഷ്യൻ്റെ ഉള്ളിലും നിരന്തരമായി വന്നുപോയിക്കൊണ്ടിരിക്കും. പക്ഷേ എല്ലാ കഥകളും നമുക്ക് എഴുതാൻ സാധിക്കില്ല. ഇത് വേറൊരു കാര്യം, ഈ കലാകാരൻ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ IT പ്രൊഫഷണൽ എന്നൊക്കെ പറഞ്ഞപ്പോൾ, IT പ്രൊഫഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ 10-18 മണിക്കൂറൊക്കെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. പക്ഷേ അതിൻ്റെ അപ്പുറത്തുള്ള വേറൊരു പ്രൊഫഷനിലാണ് യഥാർത്ഥത്തിൽ ഓരോ കഥാകൃത്തും കവിയും ഒക്കെ. കാരണം ഊണിലും ഉറക്കത്തിലും 24 മണിക്കൂറും ഇവരുടെ ഉള്ളിൽ അവരുടെ ആഖ്യാനങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. ഒരു IT കക്ഷിക്ക് 18 മണിക്കൂർ കഴിഞ്ഞാൽ അല്ലെങ്കിലും കിടന്നുറങ്ങാം. പക്ഷേ ഒരു എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഉള്ളിലുണ്ടാകുന്ന ആശയങ്ങളും അത് നൽകുന്ന സംഘർഷങ്ങളും അത് പ്രകാശിപ്പിക്കേണ്ട മാർഗങ്ങളെക്കുറിച്ചിട്ടുള്ള ആലോചനകളും അത് എഴുതി തീർന്നാലുണ്ടാകുന്ന സന്തോഷങ്ങളും, കാരണം 24 മണിക്കൂറും ഓണായിട്ടിരിക്കുന്ന ഒരു പ്രത്യേകതരം ജനുസാണ് എഴുത്തുകാരൻ എന്ന് പറഞ്ഞ ജീവി. പക്ഷേ ഇതുപോലെ ഓരോ ദിവസവും ഓരോ കഥ. ഞാനിപ്പോൾ ശുഭയോട് ഇങ്ങനൊരു കഥ എഴുതണമെന്ന് എല്ലാ ദിവസവും 2-3 കഥയുടെ കാര്യങ്ങൾ വെറുതെ പറയും. അത് നമ്മൾ വീട്ടിനകത്ത് ഊണഴിക്കുമ്പോഴായിരിക്കും ഒരു കഥ തോന്നാതെ. പക്ഷേ എല്ലാ കഥയും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കില്ല. എഴുതാത്ത കഥകളാണ് ശരിക്കും എഴുതിയ കഥകളെക്കാൾ കൂടുതൽ നമ്മുടെ ഉള്ളിലുള്ളത്. ഈ എന്തുകൊണ്ട് നിങ്ങളൊരു കഥ എഴുതേണ്ടി വരുന്നു എന്ന് ചോദിക്കുന്നത്, ഇപ്പം നിങ്ങൾക്ക് പല ആഖ്യാന രൂപങ്ങളുണ്ട്. നമ്മളിപ്പോൾ പഴയ സോഷ്യൽ റിയലിസം തൊട്ടിട്ട് ഈ മോഡേണിറ്റീൻ്റെ മാർഗങ്ങൾ നമുക്കറിയാം, ഇല്ലെങ്കിൽ പോസ്റ്റ് മോഡേണിസത്തിൻ്റെ രീതികൾ അറിയാം. അതുകൊണ്ടൊന്നും നമുക്ക് കൃത്രിമമായിട്ടുള്ളൊരു ഫോമിനകത്തേക്ക് ഇതിനെ കുത്തി നിറച്ച് ഒരു ആഖ്യാനം ഉണ്ടാക്കാൻ സാധ്യമല്ല. മറിച്ച് ആഖ്യാനത്തിൻ്റെ രൂപവും ഭാഷയുടെ ഘടനയും നമ്മൾ പറയാനുദ്ദേശിക്കുന്ന കഥയും എല്ലാം ഒന്നിച്ചു ചേർന്ന് അതൊരു മിക്കവാറും ഒരു നൃത്തരൂപത്തിൽ എത്തുമ്പോൾ, അതായത് ഈ ഫോമും കണ്ടൻറ്റും തമ്മിലുള്ള പ്രശ്നം എത്രയോ കാലമായിട്ട് പ്ലേറ്റോൻ്റെ കാലം മുതൽക്ക് ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളൊരു വിഷയമാണ്. ഫോമാണോ ഇമ്പോർട്ടൻ്റ്, കണ്ടൻ്റാണോ ഇമ്പോർട്ടൻ്റ് എന്നൊക്കെയുള്ള. കാരണം നമുക്കറിയാം, കഥകൾ എടുത്തു കഴിഞ്ഞാൽ എത്ര സബ്ജക്ട്സ് ഉണ്ട്. മനുഷ്യർ തമ്മിലുള്ള അടുപ്പം, സ്നേഹം, വെറുപ്പ്, അകൽച്ച, പക, വിദ്വേഷം, പ്രതികാരം, ഇത് നിരന്തരമായിട്ടുള്ള ഇത്തരം തീമുകളാണ് ഇപ്പോൾ നമ്മൾ പഴയ ഫോം മാറിക്കൊണ്ടിരിക്കും. ആ ഫോം മാറുമ്പോൾ തന്നെ ഫോമും അതിൻ്റെ കോണ്ടൻറ്റും തമ്മിൽ ഒരു നൃത്തരൂപത്തിൽ എത്തുന്ന സമയത്ത് മാത്രമാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു നല്ല കഥ എഴുതാൻ പറ്റും. അല്ലാത്ത കഥകൾ നമുക്ക് വായിച്ചാൽ അറിയാം, അതിനകത്ത് വളരെ സാമൂഹ്യ പ്രസക്തിയുള്ള തീമുണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്താ പറയുക, ഒരു പൊളിറ്റിക്കൽ രാഷ്ട്രീയ മുദ്രാവാക്യം പോലെയുള്ള ഒരു സന്ദേശം അതിനകത്തുണ്ടായിരിക്കും. അതിൻ്റെ ഭാഷയിൽ രൂക്ഷമായ പദങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ മൊത്തത്തിൽ കഥ നമ്മളെ സ്പർശിക്കുകയില്ല, അത് പരാജയപ്പെടുകയും ചെയ്യും. അതിനുള്ള ഒരു കാര്യം എനിക്ക് ഇത് ഓരോ കഥാകൃത്തിനും ഓരോ വഴിയാണ്, ഓരോ കഥാകൃത്തിനും. അതുകൊണ്ടാണ് ഓരോ കഥാകൃത്തിൻ്റെയും രചന അനന്യമാവുന്നത്, യുനിക്കാവുന്നത്. ഒരേ സബ്ജക്റ്റ് തന്നെ ഓരോ കഥാകൃത്തും കൈകാര്യം ചെയ്യുമ്പോൾ അത് യുനിക്കാവാനുള്ളൊരു റീസൺ നമുക്കതിൻ്റെ ഒരു ഇൻറ്റേർണലായിട്ടുള്ള അതിൻ്റെ ഒരു കെമിസ്ട്രി മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് പറയാൻ സാധിക്കില്ല. അങ്ങനെ പരിപൂർണമായി നിർവചിക്കാൻ സാധിച്ചിരുന്നെങ്കിൽ നമുക്ക്
കഥയെഴുത്തും ഈ കലാരൂപങ്ങളോ ഒന്നും നിലനിൽക്കില്ല. അത് വേറെ കാര്യം. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കഥ ഉണ്ടാകും, അത് മറന്നു പോകും, പിന്നത് വർഷങ്ങൾക്ക് ശേഷം അത് തിരിച്ചു വരും. പക്ഷേ ഏതോ ഒരു ഈ സമയത്തിൻ്റെ ഒരു ബിന്ദുവിൽ അത് അതിൻ്റെ രൂപത്തിൽ പെട്ടെന്ന് പുറത്തു വരുന്നതാണ് മിക്ക നല്ല കഥകളുടെയും അനുഭവം. അല്ലാണ്ട് കുത്തിപ്പിടിച്ചിരുന്ന് അതിൻ്റെ ഫോമും ഭാഷയും ഡിക്ഷനും ലാംഗ്വേജും ആദ്യമധ്യാന്ത പൊരുത്തമൊക്കെ റെഡിയാക്കിയിട്ട് കഥ എഴുതാനുള്ള നമ്മൾ ഈ ക്രിയേറ്റീവ് റൈറ്റിംഗ് ഒക്കെ പഠിപ്പിക്കുന്നത് കാണാം. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പക്ഷേ ഈ ടെക്നിക്സൊക്കെ നമ്മുടെ കയ്യിലുണ്ട് എന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാ ദിവസവും ഈ കഥ എഴുതാൻ പറ്റില്ല. പക്ഷേ ഓരോ നിമിഷവും മനസ്സിൽ കഥകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അതിൽ ചില കഥകൾ എഴുതാൻ പറ്റും. ആ കഥകൾ നന്നായിട്ട് എഴുതാൻ പറ്റിയാൽ കുറച്ച് പേർക്കെങ്കിലും നമുക്കൊരു ഐഡിയൽ റീഡർ ഉണ്ട്. ആ ഒരു ഐഡിയൽ റീഡറെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മളിത് എഴുതുന്നത്. അത് എവിടെയോ കിടക്കുന്ന ഏതോ ഒരു റീഡർ ഈ കഥയുമായി സമ്മതിക്കും എന്നുള്ളൊരു എന്താ പറയുക അത്യാഗ്രഹത്തോടു കൂടിയാണ് ഈ കഥ നമ്മളിങ്ങനെ എഴുതുന്നത്. ഓക്കെ. അപ്പം രതീഷ് നന്നായിട്ട് ഇപ്പോൾ പറഞ്ഞതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുകയാണ്. കാരണം കഴിഞ്ഞ 10-15 വർഷമായിട്ട് സാഹിത്യരചന പഠിപ്പിക്കുന്ന സർവകലാശാലാ തലത്തിൽ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് ഞാൻ. അപ്പോൾ സാഹിത്യരചന പഠിപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹേഷിൻ്റെ ചാച്ചൻ പറഞ്ഞ മറുപടിയാണ് ഉത്തരം. ഫോട്ടോഗ്രാഫി പഠിക്കാൻ പറ്റും, പക്ഷേ പഠിപ്പിക്കാൻ കഴിയില്ല എന്ന് പറയുന്ന പോലെയാണ്. സാഹിത്യരചന പഠിക്കാൻ പറ്റും, പക്ഷേ പഠിപ്പിക്കാൻ കുറച്ച് പ്രയാസമാണ്. അതാണ് ഈ 11 വർഷം കൊണ്ടുള്ള എൻ്റെ അനുഭവം. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ പിന്നെ പെണ്ണ് ചത്തവൻ്റെ 17-ാം ദിവസം തന്തക്കിണർ തുടങ്ങി പിന്നെ കുറേ കഥകൾ, ഈ കഥകളൊക്കെ ചെയ്യാൻ വേണ്ടി KS രതീഷ് കുറേ ഹോംവർക്ക് ചെയ്യുന്നതായിട്ടൊക്കെ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. നന്ദേട്ടൻ പറഞ്ഞ പെട്ടെന്ന് ആ കഥ ചടയുന്നങ്ങ് എഴുതി തീർക്കുന്നതാണ്. പക്ഷേ ഇതിൻ്റെ വേറൊരു വെർഷനാണ്, കുറേ കൂടെ മാരകമായൊരു വെർഷനാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നത്. ഹോംവർക്കൊക്കെ ചെയ്ത് ഞാൻ കുറേ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. ഡയറിക്കകത്ത് ഇങ്ങനെ ചിത്രമൊക്കെ വരച്ച് അതിൻ്റെ ഇങ്ങനൊരു ആരോ മാർക്കൊക്കെ ഇട്ട് അതിൻ്റെ മേളിലൊരു കഥാപാത്രം വട്ടം വരച്ച് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെ ഏതെങ്കിലും ഒരു കഥ ഇങ്ങനെ പുറത്തേക്ക് പെയ്ത ഒരു അനുഭവം കൂടി പറഞ്ഞാൽ നന്നായിരിക്കും. അല്ല, ഞാൻ എൻ്റെ ഉമ്മിനെ മൊഴിയാക്കുന്നത്, അതായത് ഞാൻ ഒഴിച്ചു കളയുന്നത് എങ്ങനെയെന്ന് പറയാം. ഇപ്പം ഈ കുട്ടികൾ തമ്മിൽ അടിയാന്നല്ലോ ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി. ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് 3 കുട്ടികളെ സസ്പെൻഡ് ചെയ്തു. ഒരുത്തൻ നമ്മുടെ നെയ്യാഡാം സ്കൂളിലെ നെയ്യാഡാം പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസുകാരിയുടെ മകനാണ്. മറ്റൊരാൾ ഒരു സ്കൂളിലെ അധ്യാപകൻ്റെ മകനാണ്. മറ്റൊരു കുട്ടി ഒരു ഓട്ടോക്കാരൻ്റെ മകനാണ്. ഈ 2 കുട്ടികളും സസ്പെൻഡ് ചെയ്യപ്പെട്ടതിൻ്റെ പിറ്റേ ദിവസം സ്കൂളിൽ കയറി. മറ്റു ചെറുക്കനില്ല, മറ്റു ചെറുക്കൻ വരുന്നില്ല. അവൻ പരീക്ഷയൊക്കെ ആയപ്പോഴും അവനെ കണ്ടില്ല. അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു, രതീഷേ നീ ഒരു കാര്യം ചെയ്യും, ഈ ചെക്കനൊന്ന് അന്വേഷിച്ചു പോകും. അപ്പം ഞാനിങ്ങനെ ഇവന് കത്തയച്ചിട്ട് കിട്ടിയിട്ടുമില്ല. അപ്പം കത്ത് തിരിച്ചു കിട്ടുക. ആ കത്തും കൊണ്ട് ഞാൻ ചെല്ലുമ്പോൾ ഒരു ഓട്ടോക്കാരൻ അവനെ കാണിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോകുന്നു. അവിടെ കൊണ്ടുപോയപ്പോൾ ഞാൻ കണ്ടത് ഒരു സ്ത്രീ വാട്ടർ ബെഡിൽ കിടക്കുക, ഒരു പെങ്കൊച്ച് കൈ ഒടിഞ്ഞ കൊച്ച് പുറത്തിരുന്ന് കളിക്കുന്നുണ്ട്. ഈ കുട്ടിയുടെ, അല്ലെങ്കിൽ ഞാൻ അന്വേഷിച്ചു പോയ കുട്ടിയുടെ അമ്മയാണ് ആ കിടക്കുന്നത്. അവരുടെ 2ാമത്തെ ഭർത്താവാണ് ഈ ഓട്ടോക്കാരൻ. ഞാൻ വന്നു എന്ന് കണ്ടപ്പം റബ്ബർ എസ്റ്റേറ്റിൽ നിന്ന് വലിയ ഷൂസൊക്കെ ഇട്ട് ഈ ചെക്കൻ ഓടി വരികയാണ്. അവരുടെ ദേഹത്തുനിന്ന് ഇങ്ങനെ ഒട്ടുകറയൊക്കെ അല്ലെങ്കിൽ റബ്ബർ പാല് പറ്റിയൊക്കെ എടുത്ത് കളയുന്നുണ്ട്. അപ്പം ഞാൻ ആലോചിച്ചു, നമ്മുടെ പോലീസുകാരൻ്റെ മകനും അധ്യാപകന്റെ മകനും 2ാമത്തെ ദിവസം സ്കൂളിൽ അവിടെ വഴക്കുണ്ടാക്കി സസ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, നിയമം അതാണ്, മറ്റതാണ്, മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടി വന്നില്ല. ഇങ്ങനെ പുറത്താക്കപ്പെടുന്ന ഒരുപാട് മക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. ഇവൻ സത്യത്തിൽ ആ അടിയുടെ അന്ന് എനിക്ക് ദേഷ്യം തോന്നി ഇവനോട്. നെഞ്ചക്കൊക്കെ കൊണ്ടുവന്നിട്ട് ഭയങ്കര അടിയായിരുന്നു. കുറേ എണ്ണത്തിന് കിട്ടി. ഇവനാ മുന്നിൽ നിന്നത്. സത്യത്തില് ഈ കുട്ടിക്ക് വേണ്ടി വാദിക്കാൻ വരാൻ ഒരു ആളില്ലായില്ല. അല്ലെങ്കിൽ ആ കുട്ടിയും ഈ മാർച്ച് പരീക്ഷ എഴുതുമായിരുന്നു. ഞങ്ങളുടെ സ്കൂളിൽ ആ കുട്ടി പരീക്ഷ എഴുതിയില്ല. ഞാൻ ചോദിച്ചു, മോനെ നീ പരീക്ഷ എഴുതുന്നില്ല, ഫീസൊക്കെ ഞാൻ അടച്ചോളാം. ഇല്ല സാറേ, ഞാൻ ഈ ഒരു മാസം ഈ വെട്ട് നിർത്തുന്ന സീസണാണ്, റബ്ബർ വെട്ട് നിർത്തും. ഈ വെട്ട് നിർത്തുമ്പോൾ ഞാൻ എറണാകുളത്തേക്ക് പോകും, ഞാൻ എൻ്റെ കൊച്ചിനെയും കൊണ്ടുപോകും, അതായത് ഈ പെൺകുട്ടിയെയും കൊണ്ട് പോകും. നോക്കൂ, ഞാൻ ഇങ്ങനെ ഒരു വിഷയം വന്നാൽ ഇത് നാട്ടുകാരോട് പറയണമോ എന്ന് ആദ്യം എന്ത് ചെയ്യും, ചിന്തിക്കും. എന്നിട്ട് ഇത് ഭൂമിയിൽ ഏതോ നാട്ടിൽ നടന്ന കഥയായിട്ട്
എൻ്റെ ഭാര്യയാണ്, അവൾക്കറിയാം ഞാൻ കുറച്ചു നേരം ഇങ്ങനെ മിണ്ടാതിരിക്കുകയും, നെയ്യാറിൻ്റെ കരയിലാണ് വീട്, ചൂണ്ടയും കൊണ്ട് അവിടെ പോയി ഇരുന്ന് ഒറ്റയ്ക്ക് സംസാരിക്കുമ്പോൾ അവൾക്കറിയാം യവന് കഥയുടെ എന്തോ പ്രശ്നമുണ്ട്. അപ്പോൾ അവളും വന്ന് ടോർച്ചൊക്കെ കൊണ്ട് അവിടെ വന്നിരിക്കും, നൈറ്റൊക്കെ ചൂണ്ടയിട്ടുകൊണ്ട് അവിടെ ഇരിക്കും. അപ്പോൾ അവൾക്കറിയാം ഇയാൾക്ക് എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. അപ്പം ഈ കുളിമുറി നിന്ന് സംസാരിക്കുക കേൾക്കുമ്പോൾ അവൾ പറയും ഇവന് പ്രശ്നമാണ്. അന്ന് രാത്രി പുള്ളിക്കാരി സെറ്റാവും. ഇനി പറഞ്ഞോ, ഞാൻ എൻ്റെ കഥ, ഈ വിഷയം വേറെ ഏതോ നാട്ടിൽ നടന്നേറ്റ് അവൾക്കും അറിയാം ഇവൻ പറയുന്നത് പച്ച നുണയാ, എവിടെ നടന്ന സംഭവമാണ്, ഇവന് കഥ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവളിങ്ങനെ കേട്ടിരിക്കും, ഞാൻ ഈ പറയുമ്പോൾ കേട്ടിരിക്കും. ഞാനിത് മാക്സിമം പൊലിപ്പിച്ച് പറയും. ഇവളെടുത്ത് പറഞ്ഞ് സക്സസ് ആയാൽ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ക്ലാസ്സിൽ പോകുമ്പോൾ ഇതുപോലത്തെ വേദി കിട്ടുമ്പോൾ അവിടെ ഇതൊന്നെടുത്തിട്ട് നോക്കും, ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടോ നോക്കും. പിന്നെ അവിടെയും ഒരുവിധം ക്ലച്ച് പിടിക്കുന്നു കണ്ടു കഴിഞ്ഞാൽ ഞാനിത് ബുക്കിൽ എഴുതും, എൻ്റെ കഥാപാത്രങ്ങളെയൊക്കെ എഴുതും, വരച്ച് നോക്കും. പിന്നെ ഈ അദ്ദേഹം പറഞ്ഞല്ലേ നമ്മൾ കുറേ ആൾക്കാരടുത്ത് പറയും, അത് പലപ്പോഴും മാറ്റി മാറ്റി പറയാം. ഈ ഭൂമിയുടെ ഏതോ ഒരു കോണിൽ ഈ കഥ കേൾക്കാൻ ഒരു മനുഷ്യനുണ്ടോ എന്നാണ് എൻ്റെ അടുത്ത അന്വേഷണം. എവിടെയോ ഒരാൾ ഇത്തരം ഒരു കഥ അന്വേഷിച്ച് ഇങ്ങനെ പുറത്താക്കപ്പെട്ട ഒരു കുട്ടി കാത്തിരിക്കുന്നുണ്ടോ. ഈ പെണ്ണിയത്തോൻ്റെ 17-ാം ദിവസമൊക്കെ അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷം കിട്ടി. അതായത് ഒരു ഭാര്യ മരിച്ചു പോകുമ്പോൾ 17-ാമത്തെ ദിവസം ഭർത്താവ് കഥ പറയുന്നതായിട്ടാണ്. ഒരാളെന്നെ കാണാമെന്ന് നീ ഭാര്യയെ എത്രയോ ദിവസമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഒരാൾ, അങ്ങനെ ഒരാൾ. പിന്നെ ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തന്നെ എൻ്റെ ഒരു നിരൂപകനാവും. ഇത്രയും പൊട്ട കഥ എഴുതിയ എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഞാൻ എന്നെ ഭത്സിക്കാൻ തുടങ്ങുന്നത്. എന്നെ തന്നെ കുറ്റം പറയും, ഇത് എഴുതിയിട്ട് എന്താ കാര്യം, ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു മാറ്റമുണ്ടോ, നീ ഇതുവരെ എഴുതിയ കഥയിൽ നിന്ന് ഒരു ചുവട് മുന്നേ നിൽക്കുന്നതാണോ എന്ന് പറയും. പിന്നെ ഇതിനെക്കുറിച്ച് ഇതിൻ്റെ ഒരു പേരന്വേഷണമാണ്. ഇതിൻ്റെ പേരിങ്ങനെ അന്വേഷിച്ച് കഥയുടെ പേരാന്നല്ലോ പേര്, അതന്വേഷിക്കും. എന്നിട്ടാണ് ഇത് ഫസ്റ്റ് ഡ്രാഫ്റ്റ് എഴുതാം. ഇത് കഴിഞ്ഞ് ഫസ്റ്റ് ഡ്രാഫ്റ്റ് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പ്രശ്നമൊക്കെ ആവുന്ന സമയത്ത് എൻ്റെ ഭാര്യ പറയും എഴുതിയല്ലേ, ഞാൻ എഴുതി, ഇനി ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ. എന്നിട്ട് ആ പുള്ളിക്കാരി കൊണ്ടുവച്ച് ഇത് വായിക്കട്ടോ. ഇത്രയും കഷ്ടപ്പെട്ടു കൊണ്ടുവന്ന കഥ അവൾ ഒരൊറ്റ ടച്ചിൽ കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്താ പറയുന്നത്, എൻ്റെ മുത്തേ ഇത് നീ കൊണ്ടുപോയിട്ട് നിനക്ക് ഒരു പ്രയോജനം ഇല്ല എന്ന് പറഞ്ഞ് ഒറ്റ ടച്ചിൽ അത് ആ എഴുതി വെച്ച അത്രയും ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. പക്ഷെ ചില കഥയൊക്കെ വായിച്ച് ഒരു കഥ എഴുതിയിട്ട് ഒരു അധ്യാപികയും ഒരു അധ്യാപകനും കൂടെ ഒരു ലോഡ്ജിൽ പോയി താമസിക്കുന്ന കഥ എഴുതി കഴിഞ്ഞ് അവൾ എന്ത് ചെയ്യുന്നറിയോ, ഈ ഞങ്ങളുടെ ജഗ് എടുത്തതിൻ്റെ തലമണ്ടയ്ക്ക് അവൾ ഇടിച്ചു. അന്ന് എനിക്ക് മനസ്സിലായി ആ കഥ സക്സസ്സാണ്. ഇത്തരത്തിൽ എൻ്റെ വീട്ടിലെ പരീക്ഷണങ്ങളിലൂടെയാണ് ഞാൻ എൻ്റെ കഥയെ മൊഴിയാക്കുന്നത്, അല്ലെങ്കിൽ ഒഴിച്ചു കളയുന്ന രീതി. പിന്നെ എഴുതി കഴിയുമ്പോൾ ഈ എഴുതുന്നതിന് മുമ്പും എഴുതുന്നതിന് ശേഷവും എനിക്ക് ഒരു അസ്വസ്ഥതകൾ വരാറുണ്ട്. ഈ അസ്വസ്ഥത പരിപൂർണമായി വിട്ടുപോകുന്നെങ്കിൽ മാത്രമേ അത് ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ, എഴുതൂ. ഇല്ലെങ്കിൽ ഇല്ല, ആ കഥ പഴുത്തില്ല എന്ന് വിചാരിച്ച് പിന്നെയും കൊണ്ട് നടക്കലാണ് എൻ്റെ പരിപാടി. ശരി, നമ്മുടെ സമയം കഴിഞ്ഞതുകൊണ്ട് മോഡറേറ്ററുടെ സവിശേഷമായ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ചോദ്യോത്തരങ്ങൾ റദ്ദ് ചെയ്യുകയാണ്. വേറെ നിവൃത്തിയില്ല. നിങ്ങൾക്ക് ഈ 3 പേരെയും പുറത്തോട്ട് ഈ സ്റ്റേജിൻ്റെ പുറത്തേക്ക് കിട്ടും. അപ്പം നിങ്ങൾക്ക് ചോദ്യം ചെയ്യാവുന്നതാണ്. സന്തോഷം, എല്ലാവരോടും സ്നേഹം. ഈ പങ്കെടുത്ത 3 എഴുത്തുകാരോടുമുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു. നന്ദി. നന്ദി. അടുത്തതായി തോലനെ കണ്ട കൗമാരം, സാമൂഹ്യനീതിയുടെ യവനം, അധികാര കലാലയത്തിലേക്കുള്ള പരിണാമം. ഈ സെഷനിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ MK മുനീർ MLA, ഡോക്ടർ അജ്മൽ മൊയ്യീൻ എന്നിവരാണ് ഈ സെഷനിൽ പങ്കെടുക്കുന്നത്. പങ്കെടുക്കുന്നതിനായി ബഹുമാനപ്പെട്ട ഡോക്ടർ MK മുനീർ സാർ, ഡോക്ടർ അജ്മൽ മൊയ്യീൻ എന്നിവരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.